ഒരു ഭാഗം ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് എടുക്കുകയാണ്. പൗലോസിന്റെ പ്രാർത്ഥനകൾ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിനകത്ത് എഫീസി ലേഖനത്തിലെ രണ്ടാമത്തെ പ്രാർത്ഥനയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് കാരണമാകുന്ന ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: സർവ കുടുംബത്തിനും പേര് വരാൻ കാരണമായ ദൈവത്തിൻ്റെ മുന്നിൽ, പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. ഇതാണ് ഇന്നത്തെ വാക്യം, കുറുവാക്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ താല്പര്യപ്പെടുന്നത്. ശബ്ദം ഉയർത്തി അതൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ആരുടെ കയ്യിലാണ് മൈക്ക് ഉള്ളവർ വാക്യം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. എഫീസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ആമേൻ. ഈ സന്ദേശം ഇവിടെ പറയണമെന്നുള്ള ക്ലാരിഫിക്കേഷൻ എൻ്റെ അകത്ത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നൽകി തന്നു. ഞാൻ ലേറ്റ് ആയിട്ട് വന്നെങ്കിലും അപ്പോൾ മുതൽ പാടുന്ന പാട്ടുകൾ, അതിനുശേഷം എഴുന്നേറ്റ് നിന്ന റിങ്കുവിൻ്റെ ഇൻട്രൊഡക്ഷൻ സന്ദേശം ഞാൻ എൻ്റെ കാതുകൾ ഏറ്റവും ശക്തമായി തന്നെ കൊടുത്തുകൊണ്ടിരുന്നു. എനിക്കറിയാം ഇതിനിടയിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാകും. ഒരു കൃത്യം ആയിട്ടൊരു ദൈവശബ്ദം എനിക്ക് നിങ്ങളോടല്ല, എനിക്ക് കിട്ടും. ആമേൻ. അതിൻ്റെ വ്യക്തതയുള്ളൊരു ദൈവശബ്ദം റിങ്കുവിൻ്റെ ഇൻട്രൊഡക്ഷൻ സന്ദേശത്തിനകത്തൂടെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ സന്ദേശം തുറന്നു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിത്തീരും. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഈ ദൈവവചനം നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നതിന് മുമ്പ് തന്നെ അതിനൊരു വിശാലത കൊടുക്കാതെ ഒരു ചെറിയ പോയിന്റിൽ നിന്നുകൊണ്ട് അതിനെ വിശദീകരിക്കാൻ താല്പര്യപ്പെട്ടതുകൊണ്ട് അത് എങ്ങനെയെന്നൂടെയൊക്കെ ഒന്ന് മനസ്സിലായി വരാൻ വേണ്ടി നാം വായിച്ച പാട്ടിനകത്ത് ഒരു ദൂത് പറഞ്ഞ് തുടങ്ങാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ പാടിയ പാട്ടിനകത്ത് ഇങ്ങനെ ഒരു വരി കിടപ്പുണ്ട്: കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിയാലും എന്ന് പറഞ്ഞാൽ, കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയുടെ വരവ് നിന്നാലും സാരാഫത്തൊരുക്കി ഏലിയാവിയെ പോറ്റിയ എൻ പ്രിയൻ എന്നും എന്നെയും പോറ്റിക്കൊള്ളും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവം എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ വർഷത്തിനകത്ത് നിങ്ങളെ പോറ്റുന്ന ഒരു ദൈവത്തെ നിങ്ങൾ നന്നായി കാണാൻ പോവുക. ആമേൻ. ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്ത് ദൈവ പദ്ധതിക്കകത്ത് നിർത്തിയ ഒരു ജാതിയായിരുന്നു ഇസ്രായേൽ എന്ന ജനത. ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നോക്കി ഇനി പറയാനായിട്ട് താല്പര്യപ്പെടരുത്. നിങ്ങളും അത് ഉൾക്കൊണ്ടോണം. ഞാനും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അല്ലെങ്കിൽ ഇതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങളല്ലാതെ ഇതിനെ സ്വീകരിക്കാൻ പറ്റണം. ആമേൻ. എന്തുകൊണ്ട് ഞാനിത് നിങ്ങളോട് പറയുന്നെന്ന് ചോദിച്ചാൽ, അത് നിങ്ങളും ആ തിരഞ്ഞെടുക്കപ്പെട്ടതായതുകൊണ്ടാണ് ആ ദൈവശബ്ദം അങ്ങനെ. ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്ത് ദൈവ പദ്ധതിക്കകത്ത് കയറ്റിയപ്പോൾ അവർ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുവാനിടയായി തീർന്നു. തെറ്റിപ്പോകുന്ന അനുസരണക്കേടിൻ്റെയും അസന്മാർഗതയുടെയും ലൈഫ് സ്റ്റൈലിലേക്ക്, ജീവിത രീതിയിലേക്ക് അവർ വരുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ശക്തന്മാരായ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ആഹാബിൻ്റെ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വന്ന, പേര് പറയാത്ത എന്നാൽ പ്രവർത്തികൾ കൊണ്ട് പേര് വന്ന ഒരു പ്രവാചകനാണ് ഏലിയാവ്. ഹല്ലേലൂയ. തൻ്റെ കുടുംബത്തിൻ്റെ പേരില്ല, സ്ഥലത്തിൻ്റെ പേരില്ല, എങ്കിലും ബൈബിളിലുടനീളം ഈ പേര് ശക്തിയോടെ നിലനിൽക്കുന്നുണ്ട്. ആമേൻ. സ്നാപക യോഹന്നാൻ വരുമ്പോഴും യേശു കർത്താവ് വരുമ്പോഴും ഏലിയാവിൻ്റെ പേര് ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പേരിനെ തൊട്ടാണ് ഒരു ശബ്ദം വരുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് അതിനോടുള്ള ബന്ധത്തിലാണ് ഈ ഇൻട്രൊഡക്ഷൻ ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. ദൈവം അസന്മാർഗീയതയിലേക്ക്, അനുസരണം കേടിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക് രാജ്യത്തിലെ ഭരണകർത്താവും ഒരുപോലെ മാറ്റപ്പെടുമ്പോൾ ശക്തനായ ഒരു കരുത്തുറ്റുള്ള പ്രവാചകനെ അയച്ചിട്ട് അവരെ മടക്കി പിടിക്കുകയാണ് പ്രവാചക വാക്കിലൂടെ.
ആമേൻ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾ കടന്നു പോകുന്നത് പോലെ ആ സമയത്ത് ദൈവം അവരെ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തുവാ? അവർ ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. ഇന്ന് ഭൂമിയിലുള്ള ഒരു മനുഷ്യനും ഒരു ജാതിയിൽപ്പെട്ട ആൾക്കാരും വഴിതെറ്റിപ്പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അന്ന് യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ചിലരെ ലൂസായി, ചിലരെ വെറുതെ വിട്ടിരുന്നു. കാരണം ക്രിസ്തു യേശുവിലൂടെ അവരെ മടക്കി പിടിക്കാൻ. ഈ കാലഘട്ടത്തിൽ ആരെയും അങ്ങനെ വിട്ടിട്ടില്ല. അതുകൊണ്ട് സർവ കുടുംബത്തിലും സർവ ജാതിയിൽപ്പെട്ടവരെ ആണെങ്കിലും ഏത് വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും അനുസരണത്തിന്റെ ആത്മാവിലേക്ക് മടങ്ങി വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേൻ. അല്പം കൂടെ ചുരുങ്ങി ഈ ആശയത്തിലേക്ക് ഞാൻ വരട്ടെ. ദൈവം ഏലിയാവിനെ എഴുന്നേൽപ്പിച്ച് ശക്തമായൊരു പ്രവചനം, ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴ പെയ്യുകയില്ല എന്നുള്ള ശക്തമായ പ്രവചനം കൊടുത്തു. വലിയൊരു ക്ഷാമത്തിന് കാരണമായി. ദൈവം ഏലിയാവിനോട് സംസാരിക്കുന്ന ഭാഷയുണ്ട്. ഇനി അടുത്ത ശബ്ദത്തിന് വേണ്ടി നീ വെയിറ്റ് ചെയ്തിട്ട് നീ കെരീത്തിലേക്ക് പോകുക. കെരീത്ത് തോട്ടിലെ ആ കാട്ടിനകത്ത് ഉള്ള ആ നദിക്കരയിലേക്ക് നീ പോകാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ ഏലിയാവ് പോകുമ്പോൾ രണ്ട് ശബ്ദം ഇങ്ങനെയുണ്ട്: നിനക്ക് കുടിക്കാനായിട്ട് കെരീത്തിലെ തോട്ടിലെ വെള്ളവും കാക്കയും, നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു കാക്കയുണ്ട്. ആമേൻ. ഒരുക്കപ്പെട്ട കാക്കകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നന്നായിട്ട് നിന്ന് ചീർപ്പായിട്ട് നിൽക്കണമെന്ന് നല്ലൊരു ദൂത് നിങ്ങൾ കേൾക്കും. ഹല്ലേലൂയ. എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ശക്തീകരിച്ച ഒരു ദൈവശബ്ദം നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി അത് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ വരണം. കഴിഞ്ഞ നാളത്തെ ക്ഷീണങ്ങൾ മറക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ദൂത് നിങ്ങളെ തൊടും. ഹല്ലേലൂയ. അത് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ചർച്ചിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ആ ക്ഷീണം മാറത്തക്ക രീതിയിൽ ഈ ദൈവശബ്ദം നിങ്ങളെ കയറി പിടിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള ദൈവഭാഗത്തിന്റെ മറ്റൊരേടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇദ്ദേഹം തന്നെ അല്ലെങ്കിൽ പ്രവാചകൻ തന്നെ പ്രവചിച്ച് നിർത്തിയ ഒന്നിൽ നിന്ന് കുടിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ വഴി ഒരുങ്ങുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. കെരീത്ത് തോടിലെ വെള്ളം വറ്റും. കാരണം എന്താണ്? മഴ നിന്നു. ഞാൻ വിചാരിക്കുന്നത് അപ്പ ആരുടെയൊക്കെയോ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരുന്നതാണ്. ആ അപ്പവും തീർന്നു പോകും. കാരണം എന്തുവാ? വെള്ളം ഇല്ലാത്തത് കൊണ്ട് വയല് അതിന്റെ പുഷ്ടി നൽകാതെ അപ്പം ഓട്ടോമാറ്റിക്കായി ഇല്ലാതാണ്. അപ്പം പ്രവചിച്ച് നിർത്തിയതിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആദ്യം ഈ പ്രവാചകനെ അങ്ങോട്ട് അയച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം എടുത്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും ഇത് നിങ്ങളുടെ മുമ്പ് ചെറുതായിട്ട് തുറന്നു. എന്റെ മറ്റൊരു ഭാഗമാണ് തുറക്കുന്നത്. രണ്ടാമത് നാം കാണുന്ന സാരാഭാത്തിലെ വിധവയുടെ വീട്ടിലെ ഭരണി, അത് തീർന്നുകൊണ്ടിരിക്കുക. അവസാനത്തെ വാരി അതിനകത്തോനി ഇല്ല. അവള് പറയുന്ന വാക്കനുസരിച്ച് 2 അപ്പത്തിന് വേണ്ടിയുള്ള മാവ് ആ ഭരണിക്കകത്തുണ്ട്. അത് കഴിച്ചിട്ട് ഇനി മരണം എന്ന രീതിയിലേക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജീവിതാനുഭവം. അവസാനത്തെ മാവുമാര് ഇല്ല. ഈ 2 അനുഭവത്തിനകത്ത് നിന്ന് ഞാൻ പറയുന്നു, ഒന്ന്, പ്രവചിച്ചിട്ടത് അവസാനിക്കാൻ വേണ്ടിയാണ്, തീർക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവചനമാണ്. ഇനി മഴ ഇനി നിങ്ങൾക്കുണ്ടാകത്ത്. രണ്ടാമത്തേത്, താൻ ആ വീട്ടിൽ കയറി ദൈവശബ്ദത്തിൽ ഇല്ലാത്തതിനെ ഉണ്ടാകാനായിട്ട് പറയുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അത് നന്നായിട്ട് ഗ്രഹിക്കണം. ഹല്ലേലൂയ. ഇനി ഏലിയാവ് എന്ന വ്യക്തിയിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഏലിയാവിന് 2 കരുതലാണ് തുറക്കപ്പെട്ടത്. ഒന്നാമത്തെ കരുതല്
പ്രവചിച്ച് അവസാനിപ്പിച്ചതാണ്. രണ്ടാമത്തെ കരുതല് പ്രവചിച്ച് ആരംഭിക്കുന്നതാണ്. ഒന്നാമത്തെ കരുതല് പ്രവചിച്ച് ഇല്ലാതാക്കുന്ന അനുഭവമാണെങ്കിൽ രണ്ടാമത്തത് ഇല്ലാത്തതിനെ പ്രവചിച്ച് ഉളവാക്കുകയാണ്. ഞാൻ എൻ്റെ കൂടെ നിങ്ങൾ കയറി വരണം. ആമേൻ. ഒന്നാമത്തെ വെളിപ്പെട്ട നന്മ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒന്നിൽ നിന്ന് സ്വീകരിക്കാനുള്ളതാണെങ്കിൽ രണ്ടാമത്തെ നന്മ ഇല്ലാതിരിക്കെ പറഞ്ഞുളവാക്കുന്നതാണ്. ആമേൻ. ഞാൻ ആദ്യം ഒരു പ്രവചന ശബ്ദം കൈമാറുകയാണ്. ഇന്നുണ്ടോ ഇല്ലയോ എന്നത് നിങ്ങളുടെ മുന്നിൽ ഒരു മാനദണ്ഡം അല്ല. നിങ്ങൾ ഈ വർഷത്തെ പ്രവചിച്ച് പിടിക്കുക, പ്രവചിച്ച് പിടിക്കുക, പ്രവചിച്ച് പിടിക്കുക. നിന്റെ ലൈഫിനെ നോക്കി നീ പ്രവചിക്കുക. നിന്റെ ലൈഫിനെ നോക്കി ഉളവാകുക എന്ന് പറയുക. നിന്റെ ലൈഫിനെ നോക്കി ഉണ്ടാകട്ടെ എന്ന് പറയുക. നിന്റെ ലൈഫിൽ ഇല്ലാത്തത് ഉളവാകാൻ ദൈവം സാഹചര്യങ്ങളെ ഒരുക്കാൻ പോവുകയാണ്. കാരണം അടിച്ച ദൂതിനെ സ്വീകരിച്ചോണം. നിങ്ങളുടെ അനുഭവങ്ങൾക്കകത്ത്, നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ലൈഫിനകത്ത്, നിങ്ങളുടേതായ ജീവിത ശൈലിക്കകത്ത് ഇന്നില്ല എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾക്കൊരു ദൈവമുണ്ട്, ഉളവാക്കാൻ പറ്റുന്ന ഒരു ദൈവം. ഞാൻ ഇപ്പോൾ മുതൽ പ്രവചിച്ചു തുടങ്ങുന്നു. ഈ വർഷം രൂപൻ നിനക്ക് ജോലി ദൈവം തരും. ജിൻസ്, ദൈവം നിനക്ക് വേണ്ടി നിന്റെ പേര് രണ്ടാമതാക്കുന്ന ഒരു വ്യക്തിയെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. പിടിക്ക്. നിന്റെ പേരിൽ പുതിയ പ്രോപ്പർട്ടികൾ എഴുതിയിരിക്കും. നിന്റെ പേരിൽ പുതിയ നന്മകൾ വെളിപ്പെട്ടിരിക്കും. പുതിയ ജോലി നിന്റെ വീട്ടിനകത്ത് കയറിയിരിക്കും. പുതിയ നന്മ നിന്റെ വീട്ടിൽ കയറി വരും. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇന്ന് രാവിലെ മുതൽ തുറക്കാൻ പോവുകയാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം നിന്റെ കൂടെ ഇന്ന് മുതൽ തുറന്നു വരട്ടെ. അബ്രഹാമിനെ ദൈവം വിളിക്കുകയും വിളിയുടെ പിറകിൽ ദൈവം വിളിച്ചതിൻ്റെ നന്മകളെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെ കുറിച്ചുള്ള ദൈവശബ്ദം കൊടുക്കുകയും ചെയ്യുമ്പോൾ അബ്രഹാം ചെയ്യുന്ന ഒരു പരിപാടി, ഹല്ലേലൂയ, പെട്ടെന്ന് യാഗപീഠം പണിയും, തന്നെ യാഗം കഴിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പരിശോധിക്കണം, എവിടെ ദൈവശബ്ദം കേട്ടോ, കേട്ട ദൈവശബ്ദം വീണ്ടും ആവർത്തിച്ചാലും അദ്ദേഹം ചെയ്യുന്ന ആദ്യത്തെ പരിപാടി യാഗം കഴിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ആ യാഗം ആരാധനയാണ്. ഹല്ലേലൂയ. നിന്റെ കേട്ട ദൈവശബ്ദം ആരാധനയായി മാറാൻ പോവുകയാണ്. ആരാധനയായി. എൻ്റെ കൂടെ ഇല്ല നിങ്ങൾ. ഹല്ലേലൂയ. നീ കേട്ട ദൈവശബ്ദം നിന്റെ ആരാധനയായി മാറാൻ പോവുകയാണ്. ഇന്നലകളിൽ കേട്ട് മറന്നതിനെ ദൈവം പുതുക്കി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. നീ കേട്ട ദൈവശബ്ദം പൂർണ്ണമായ ദൈവത്തിന്റെ ആരാധനയായി മാറ്റുക. അതിനകത്ത് കിടക്കുന്ന ഒരു വാക്കിങ്ങനെയാണ്, കേട്ടത് നീ അനുഭവിക്കുമ്പോൾ നീ അറിയാതെ ആരാധിച്ചു പോകും. ഹല്ലേലൂയ. നീ ആരാധിക്കണമെന്നുള്ള അനുഭവം, സാഹചര്യവും സമയവും ഒത്തുവരികയല്ല. ഹല്ലേലൂയ. കേട്ടത് അനുഭവിക്കുമ്പോൾ നിന്റെ ശരീരം ഓട്ടോമാറ്റിക്കായി ആരാധിക്കുന്ന സന്തോഷം നിന്റെ മനസ്സിനകത്ത് നൽകും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരുപാട് നിമിഷങ്ങൾ ഈ മാസത്തിലെ ദിവസങ്ങൾക്കകത്ത് ദൈവം അനുഭവമാക്കി ആക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രവചിക്കുന്നു. പറയുന്നത് കേൾക്കുക, കേൾക്കുക. ഹല്ലേലൂയ. ഈ മാസങ്ങളെ, സമയങ്ങളെ എക്സൈറ്റഡ് ആയി നോക്കിക്കയോ. ഓടിപ്പോകുന്നതിന് മുമ്പ് നീ ചിലതിനെ കയറി പിടിച്ചിരിക്കും. ചില നന്മകളെ കയറി പിടിച്ചിരിക്കും. ചില സ്വസ്ഥതകളെ കയറി പിടിച്ചിരിക്കും. ഹല്ലേലൂയ. ഇതിനകത്തെ നന്മ നീ പ്രാപിച്ചിരിക്കും. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ ടൈറ്റിൽ വാക്യം അങ്ങനെ കിടക്കുന്നു: സർവ്വ കുടുംബത്തിന് പേര് വരാൻ കാരണമായ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു എന്ന പേര് കിടക്കുന്നെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ടൈറ്റിൽ, നിന്റെ പേര് ദൈവം വലുതാക്കുമെന്നാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ പേര്, ഇത് റിങ്കു പറഞ്ഞപ്പോഴും ഈ പേരിനെ കുറിച്ച് പറഞ്ഞു. അതാണ് എനിക്ക് കിട്ടിയ സന്ദേശത്തിന്റെ ക്ലാരിഫിക്കേഷൻ. ആമേൻ.
നിന്റെ പേരിനെ ദൈവം വലുതാക്കാൻ പോവാ. ഹല്ലേലൂയ. കുറുവാക്യത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. എല്ലാ കുടുംബത്തിനും പേര് വരാൻ കാരണം, അല്ലെങ്കിൽ എല്ലാ കുടുംബത്തിന്റെയും പേരിന്റെ ഉറവിടം പിതാവായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതൊന്ന് ചിരിച്ച് പിടിക്കാം. അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. അവൻ ദോഷങ്ങൾ വെച്ച് നമുക്ക് പേരിടുന്നവനല്ല, മറിച്ച് ഹല്ലേലൂയ നന്മകളുടെ ദൈവമാണ് അവൻ. അവൻ എല്ലാത്തിനെയും ഉണ്ടാക്കിയിട്ട് അതിനെ നോക്കി പറഞ്ഞത് നല്ലതെന്നാണ്. എന്താണ്? നല്ലതെന്നാണ്. ഹല്ലേലൂയ. അവൻ ഉണ്ടാക്കിയതും അവൻ നിർമ്മിച്ചതും അവൻ നൽകിയതും എല്ലാം നല്ലതായിരുന്നു. ഈ നിമിഷം ഞാൻ നിങ്ങളെ നോക്കി പറയുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളുടെ പേരിന്റെ പിറകിൽ വന്ന ദോഷങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകും. ഹല്ലേലൂയ. ചെറുതും വലുതുമായി ഹല്ലേലൂയ വന്ന സകല പേര് ദോഷങ്ങളും, അത് ചർച്ചിന്റെ ഐഡന്റിറ്റിക്കകത്താകട്ടെ, ഹല്ലേലൂയ നിങ്ങളുടെ വ്യക്തിപരമായ പേരാകട്ടെ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ പേരാകട്ടെ, അതിന്റെ പിറകിലെ ദോഷങ്ങളെ ദൈവം എടുത്ത് ഉരുട്ടിക്കളയാൻ പോവുക. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ലെങ്കിലും നിങ്ങൾ ഈ ദേശത്തിന് വേണ്ടി അതിനെ പിടിക്കണം. നിങ്ങളുടെ ഈ ദേശത്തിന്റെ പിറകിൽ വന്ന പേരിന്റെ ദോഷങ്ങളെ, ഹല്ലേലൂയ, അതിന്റെ പിറകിലുള്ള ശാപക്കെട്ടുകളെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വചന വെളിപ്പാടിന്റെ മുമ്പിൽ അഴിക്കുകയാണ്. നിന്റെ ദേശത്തിലേക്ക് നന്മ കയറി വരാൻ തടസ്സമായി നിന്ന ആ ദോഷങ്ങൾ അഴിഞ്ഞു മാറട്ടെ. നിങ്ങളുടെ ദേശത്തിന് വേണ്ടിയെങ്കിലും ആ ദൂതനെ നിങ്ങൾ പിടിക്കണം. ഹല്ലേലൂയ. ദൈവം ഒരു പട്ടണത്തിന് വേണ്ടി ഒരു ദൂതനെ അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്റെ കൂടെ ഇന്ന് പുറപ്പെടാൻ പോകുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. നിന്റെ പട്ടണത്തിന് വേണ്ടി ദൈവം അയച്ച ദൂതൻ നിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ആ പട്ടണത്തെ കുറിച്ച് നിന്റെ മേൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഹല്ലേലൂയ. നിന്നിലൂടെ ഈ പട്ടണത്തിനകത്ത് ചില വ്യത്യാസങ്ങൾ കൊണ്ടുവരുവാൻ, നിന്നിലൂടെ ഈ പട്ടണത്തിന്റെ ഫേസ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ദൂതൻ നിന്റെ കൂടെ ഇന്ന് വരുന്നത്. ചിലർക്ക് ഇതിനെ പിടിക്കാനേ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ പിടിച്ചോണം. ദൈവം ചില അന്തരീക്ഷങ്ങളെ മാറ്റിയിരിക്കും. അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആസാമിലേക്കുള്ള ഒന്നാമത്തെ യാത്രയിൽ വളരെ മനസ്സ് വിഷമിച്ചവരായിരിക്കുമ്പോൾ അരുൺ പാസ്റ്റർ മുമ്പിൽ ഓടിപ്പോകുന്ന ഒരു കാറിൽ നിന്ന് കുന്നംകുളത്തേക്കുള്ള യാത്രയാണ്. കോട്ടയത്ത് നിന്ന് കുന്നംകുളത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, എറണാകുളം കഴിയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് മുമ്പിൽ യാത്ര ചെയ്ത കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നടുക്കിരുന്ന് എന്നെ തള്ളി മാറ്റിയിട്ട് എന്നെ ഞെരുക്കി ഒരു സ്ഥലത്തേക്ക് ഒതുക്കിയിട്ട്, റെയ്ജാൻ ഇങ്ങേറ്റത്, റെജി പാസ്റ്റർ ഇങ്ങേറ്റത്, അരുൺ പാസ്റ്റർ ഇപ്പുറം ഇരുന്നിട്ട് രണ്ടുപേരും എൻ്റെ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച വാക്കാണ്, ദൈവം ഇന്ന് മുതൽ നിന്റെ ലൈഫ് മാറ്റുകയാണ്. ഹല്ലേലൂയ. അന്ന് മുതൽ എൻ്റെ മുമ്പിൽ ഗിഫ്റ്റുകൾ തുറക്കുകയായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ കിടക്കുന്ന, ഞാൻ ഉപയോഗിക്കുന്ന വാഹനം ഉൾപ്പെടെ സകലതും ഗിഫ്റ്റായി മാറുന്ന രീതി ദൈവം മാറ്റി. അന്ന് എൻ്റെ വീട് ദൈവം മാറ്റി, എൻ്റെ സ്ഥലം ദൈവം മാറ്റി, എൻ്റെ യാത്രകളെ ദൈവം മാറ്റി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, അങ്ങനെ ഒരു ദൂതൻ നിങ്ങളുടെ കൂടെ അയക്കപ്പെടാൻ പോകുന്നു. എക്സൈറ്റഡ് ആയി കാണാൻ പറ്റുന്ന എല്ലാവർക്കും ഉള്ള ദൂതല്ല, എല്ലാവരും ഇതിനെ പിടിക്കത്തില്ല. പക്ഷേ ഹല്ലേലൂയ, ചില അന്തരീക്ഷങ്ങളെ, ദേശങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന അന്തരീക്ഷങ്ങളെ ചേഞ്ച് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ദേശങ്ങളുടെ മേൽ നിയന്ത്രണങ്ങളും, ഹല്ലേലൂയ, ദേശങ്ങളുടെ മേൽ കർത്തൃത്വങ്ങളുള്ള ദൂതനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വാക്കിനൊത്തവണ്ണം അനുവദിക്കുന്നത്. പിടിക്കുക. ചില കുടുംബങ്ങളുടെ അന്തരീക്ഷം നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിക്കാനുള്ള മനസ്സ് നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. അത് ചില വ്യക്തികളുടെ അന്തരീക്ഷങ്ങളെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പോവുക. 20, 40, 30 വർഷം നരക ജീവിതം എന്ന് ചിന്തിച്ചു പോയ ചില കുടുംബങ്ങളുടെ ലൈഫിനെ, ചില വ്യക്തികളുടെ ലൈഫിനെ യൂ ടേൺ ആയി തിരിക്കാൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഒരു അഭിഷേകത്തെ ഈ പകൽ കൈമാറുന്നു. ആ വാക്ക് നിന്റെ മേൽ ആത്മാവിനാൽ വെളിപ്പെട്ട് വന്നിരിക്കും. പിടിക്കാനുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ.
ഹല്ലേലൂയ. പേര് വെറുതെ വരികയല്ല, പേരൊരു ഐഡന്റിറ്റിയാണ്. പറഞ്ഞ പേരൊരു ഐഡന്റിറ്റിയാണ്. പേരിന്റെ പിറകിൽ ഒരു അധികാരമുണ്ട്. പേരിന്റെ പിറകിൽ ഒരു നേച്ചറുണ്ട്, ഒരു സ്വഭാവമുണ്ട്. ഇങ്ങനെ ഒന്നിലധികം അനുഭവങ്ങളാണ് ഒരു പേര് സംബന്ധിച്ച് വരുന്നത്. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ പേര് അധികം ഒന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എൻ്റെ പേരുള്ള ഒരാൾ ഈ ചർച്ചിലുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്, ഇതെന്നെ സംബന്ധിക്കുന്ന ഒരു ക്ലാരിഫിക്കേഷനാണ്. നീ ഇവിടെ ഉണ്ടാക്കണം എന്നുള്ള, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേരുള്ള ഒത്തിരി പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? അല്ലേ? സജിയാജിന്റെ പേരുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കണ്ടിട്ടുണ്ടാവും, ഇഷ്ടം പോലെ ആണ്. ജോർജാൻ, എൻ്റെ പപ്പയുടെ പേര് ജോർജ് എന്നാണ്. അപ്പൊ ജോർജാന്റെ പേര് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഞാനൊരു 20-25 വയസ്സ് വരെ എൻ്റെ പേരുള്ള ഒരാളെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ ആകെ കണ്ടേക്കുന്ന ബൈബിളിലായിരുന്നു. അപ്പം നമ്മൾ ഈ ചർച്ചിൽ വരുമ്പം കൃത്യമായിട്ട് നമ്മളെ ഇവിടെ നിർത്തുന്നതിന് കാരണമാകുന്ന ചില അന്തരീക്ഷങ്ങൾ ഇങ്ങനെ വെളിപ്പെടും. സൽമോൻ ഒരു സ്തോത്രം പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളെ ചില സ്ഥലത്ത് പിടിച്ചു നിർത്താൻ, ഹല്ലേലൂയ, ചില അനുഭവങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ വെളിപ്പെട്ട് വന്നിരിക്കും. ഞാനിത് തുറക്കാൻ പോവാ, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. ആമേൻ. ഞാൻ എനിക്ക് പിടിക്കാൻ പറ്റാത്തൊരു ഹെവി സാധനമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങളെ ഒരു സ്ഥലത്ത് അനുവദിക്കുമ്പോൾ, ജീൻസ് കേൾക്കുന്നോ? ഒരു സ്ഥലത്ത് അനുവദിക്കുമ്പോൾ ആ സ്ഥലത്ത് ദൈവം നിങ്ങളെ നിർത്തുമെന്ന് കാണിക്കുന്ന ചില ഇൻഫർമേഷൻസുകളുണ്ട്. സൽമോൻ എന്നെ ഇവിടെ നിർത്തുമെന്നുള്ള ഇൻഫർമേഷനാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇട്ട് ഒരു ഇൻഫർമേഷൻ തന്നിരിക്കുക എന്ന് പറഞ്ഞതുപോലെ, ദൈവം നിന്റെ പേരിൽ നൽകാൻ പോകുന്ന നന്മയാണെങ്കിലും, നിന്റെ പേരിന്റെ പുറയിലുള്ള അതോറിറ്റി ആണെങ്കിലും, അത് തുറന്നു വരുമ്പോൾ ആ ഇൻഫർമേഷൻ നിങ്ങൾ കേൾക്കും. കേൾക്കുന്നവർക്ക് ആയിഷോ. ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഈ ദൈവശബ്ദം പോലും അതിനോടുള്ള ബന്ധത്തിൽ തുറന്നു വരുന്നതാണ്. ഹല്ലേലൂയ. 2026 നോക്കി പ്രവചിക്കാൻ, 2026 ദിവസങ്ങളെ നോക്കി നിങ്ങൾക്ക് പേരിടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾ ഇടുന്ന പേരുകൾ നിങ്ങളുടെ അനുഭവങ്ങളായി മാറും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം, മനസ്സിലാകുന്നവരായി സ്തോത്രം. ഹല്ലേലൂയ. ആദമിന് പേരിട്ട ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഹവ്വയ്ക്ക് പേരിട്ടത് ആദമാണ്. ആമേൻ. ആദം. ദൈവം ആഗ്രഹിച്ച കാര്യമാണ്, ഇനി ഒന്നിനും ഞാനല്ല പേരിടുന്നത്, ഇനി പേരിടുന്ന മൊത്തം ആദമാണ്. ആദമിന്റെ കയ്യിൽ ഞാൻ ആ അതോറിറ്റി കൊടുത്തു, ആദമിന്റെ കയ്യിൽ ഞാൻ ആ അവകാശം കൊടുത്തു. ഹല്ലേലൂയ. ഇനി ആദാം എന്ന് പറയുന്നു, അതാണ് അവരുടെ സ്വഭാവം. ആദാം എന്ന് പറയുന്നു, അതാണോ അവരുടെ ജീവിതം. ആമേൻ. ഇന്ന് പകല് പുതിയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഞാനൊരു ദൂത് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതാണ്, ആവർത്തിച്ചു പറയാണ്. നിങ്ങൾ നിങ്ങളെ നോക്കി എന്തു പറയുന്നോ അതാണ് നിങ്ങളുടെ ലൈഫ് ആകാൻ പോകുന്നത്. നീ നശിക്കും എന്ന് പറഞ്ഞാൽ നശിച്ചിരിക്കും, നീ നന്നാകുമെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഇന്നലെ രാത്രിയിലും വളരെ ധൃതി കുടിച്ചു. 10:42 ഞാൻ വീട്ടിലെത്തിയില്ല. 42 ഒരു മനുഷ്യൻ, അവരുടെ ചർച്ചിലെ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചർച്ചിലെ പാസ്റ്ററാണ്. പേര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന ചർച്ചിലാണ്. അപ്പൊ അതാ പറയാണ്, ഞാൻ ഇന്ന ചർച്ചിലുള്ളതൊന്നും പറയരുത്, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പറയും, എന്നെക്കാലം നല്ല അഭിഷേകമുള്ള വ്യക്തിയാണ് പുള്ളിക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോ, അല്ല വേട് കേട്ടപ്പം മുതൽ പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം എന്നിങ്ങനെ ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, നീ നിന്നെ നോക്കി പ്രാകാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? നീ നന്നാകത്തില്ലെന്ന് നീ നിന്നെ നോക്കി പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ പറയാം, ശരിയാണോ നീ പറയുന്നത്? ഒരു ചായക്കടയുടെ ഒരു ഹോട്ടലിന്റെ മുമ്പിൽ നിന്നല്ല ഞാനിത് പറയുന്നത്. നീ നിന്നെ നോക്കി എത്ര നാളായിട്ട് പറയുന്നത് നീ നന്നാകത്തില്ലെന്ന്? നീ നേരെ തിരിച്ചു പറയാൻ നോക്ക്, നീ നന്നാകും.
ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വെച്ചൊരു വാക്കാണ്, ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. ദൈവം ഒളിപ്പിച്ചു വെച്ച നന്മകളൊക്കെ നിന്റെ നാളുകൾക്കകത്ത്, ദിവസങ്ങൾക്കകത്ത് കിടക്കുന്നുണ്ട്. നീ അതിനെ നോക്കി നന്നാകുമെന്ന് നീ പറഞ്ഞു തുടങ്ങുക, നീ നന്നായിരിക്കും. ഹല്ലേലൂയ. എന്താണ് വിശ്വാസം? വിശ്വാസം കർത്താവ് നിനക്ക് വേണ്ടി ഇത് ചെയ്തു തരുമെന്നുള്ള നിന്റെ ഉറപ്പാണ് നിന്റെ വിശ്വാസം. ഈ വിശ്വാസം ഇല്ലാതെ എത്രയോ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഇനി പറയാൻ പോകുന്നൊക്കെ കയറ്റി പിടിച്ചോണേ, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം നിങ്ങൾ ഓടി വരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകരം ഞാൻ വിശ്വാസത്തോടെ ഒരു കാര്യം പറയാണ്, നിങ്ങളുടെ ലൈഫിനെ നോക്കി നിങ്ങൾ പ്രവചിക്കണം. ഹല്ലേലൂയ. ഇനി പ്രവചിക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ വിശ്വാസത്തിന്റെ വാക്ക് പറയണം. ഹല്ലേലൂയ. ഒരു ദിവസം തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയണം, ഈ ദിവസത്തിന്റെ നിയന്ത്രണം മനുഷ്യനോ സാത്താനോ അല്ല, എൻ്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാണ്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു തുടങ്ങാൻ നോക്കുകയാണെങ്കിൽ ദിവസങ്ങൾക്കകം ചില നന്മകൾ വീട്ടിൽ കയറി വരും. ഇത് പിടിക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് മനസ്സിനെ ഒരുക്കുകയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഇങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്ത് ദോഷമായി തുടങ്ങിയത് നന്മയായി മാറും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എല്ലാത്തിനെയും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ദോഷമാണെന്ന് വിചാരിച്ചു തുടങ്ങിയതിനെ നന്മയാക്കി ദൈവത്തിന് മാറ്റാൻ പറ്റും. പറ, ദൈവത്തിന് ഇതിനെ തിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. അടുത്ത് പറയുന്ന പോയിന്റ് നന്നായിട്ട് പിടിച്ചിട്ട് കയറി വരണേ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഇന്ന് രക്ഷിക്കപ്പെട്ട ഒരു ഭൂരിപക്ഷം ആൾക്കാര് ഹല്ലേലൂയ യേശു ക്രിസ്തു മൂലമുള്ള രക്ഷയെ സ്വീകരിക്കുകയും ഹല്ലേലൂയ രക്ഷ സ്വീകരിച്ച് കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുക പോകാൻ. ശരിയല്ലേ? പക്ഷേ കർത്താവ് വചനത്തിലൂടെ കൈമാറിയ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എടാ, നിന്നെ രക്ഷിച്ചതുപോലെ തന്നെ ഞാൻ ഈ ഭൂമിയെ രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിന്നെ ഹല്ലേലൂയ തിരിച്ചെടുത്തതുപോലെ തന്നെ ഭൂമിക്ക് ഒരു വ്യത്യാസം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലുപരിയുള്ള വെളിപ്പാടാണ്, ഞാൻ നിന്നിലൂടെയാണ് ഈ ഭൂമിയെ രൂപാന്തരപ്പെടുത്തുക. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വ്യക്തിപരമായ ഒരു വിടുതൽ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, നീ വ്യക്തിപരമായി തന്നെ ഇന്ന് രാവിലെ പിടിക്കരുത്. നിന്റെ അന്തരീക്ഷങ്ങളൂടെ ചേഞ്ച് ചെയ്യാൻ ദൈവം നിന്നെ അഭിഷേകത്തിൽ ഉപയോഗിക്കാൻ പോവുക. എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? ഈ ഭൂമി ഇട്ടേച്ച് നീ എങ്ങോട്ടേലും പോകുമെന്നല്ല, ഈ ഭൂമിയിലെ അന്തരീക്ഷങ്ങളെ നിന്നിലൂടെ മാറ്റാൻ, അങ്ങനെ മാറ്റാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നു, ചില പ്രദേശം നിന്റെ പേരിൽ എഴുതാൻ ഹല്ലേലൂയ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ ഇപ്പോൾ കനാൻ ദേശം എന്ന പേരിൽ കടക്കാത്ത ഒരു ദേശം നിന്റെ പേരിൽ എഴുതാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. 15-ാം അധ്യായം മുതൽ ഇങ്ങനെ തുടങ്ങി വരാൻ നേരത്ത് വിളിച്ചിറക്കിയ നാളെ മുതൽ തൻ്റെ കൂടെ ഒരാളുണ്ട്. ആളുടെ പേര് ലോത്ത് എന്നാണ്. ആമേൻ. ഒരു സമയം കഴിഞ്ഞപ്പോൾ ലോത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ സാഹചര്യങ്ങൾ വഴിമാറാൻ തുടങ്ങി. അപ്പോൾ ഹല്ലേലൂയ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്, ലോത്തിനോട് ഇനി നമ്മൾ ഒരുമിച്ച് നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ തെക്കോട്ടെങ്കിൽ ഞാൻ വടക്കോട്ട്. ഹല്ലേലൂയ. നീ എങ്ങോട്ട് പോകുന്ന എനിക്കറിയത്തില്ല, നിനക്ക് എങ്ങോട്ടും പോക്കോ, നിനക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നീ പോക്കോ. ഇങ്ങനെയാ വചനം പറയുന്നത്. ലോത്ത് അബ്രഹാമിനെ വിട്ടു മാറിയ ശേഷം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ തല പൊക്കി നോക്ക്. ആമേൻ. ഇന്ന് രാവിലെ മുതൽ ഞാൻ കഴിഞ്ഞ രാത്രി പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ സമയം കിട്ടാതെ വരുന്നത് കൊണ്ടാണ് പറയുന്നത്. അല്ലേ, നീ തല പൊക്കി നോക്ക്, ആ ദേശം നിനക്ക് തരാൻ പോവാ. ഇത്ര പേര് ഈ വിഷയത്തോട് മൗനമായിരിക്കുന്ന കാര്യം, നീ തല പൊക്കി നോക്കുന്ന ദേശം നിന്റെ പേരിൽ ഞാൻ തരാൻ പോവുക. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ഹല്ലേലൂയ. തല പൊക്കി നോക്കുക എന്ന് പറഞ്ഞാൽ നീ കാണുന്ന പ്രദേശം നിന്റെ പേരിൽ ഞാൻ തരാൻ പോവുക. നിന്റെ കണ്ണ് കാണുന്ന പ്രദേശം നിന്റെ പേരിൽ എഴുതാൻ പോവുക. ഹല്ലേലൂയ. ഇതൂത് എത്ര പേര് സ്വീകരിച്ചെന്ന് അറിയത്തില്ല, പക്ഷെ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു ഡെലിവറൻസ് ഇവിടെ സംഭവിക്കും. ആസ് എ പ്രോഫറ്റ്
ഞാൻ അതിൻ്റെ മേലുള്ള ഡിക്ലറേഷൻ ഇപ്പോൾ കൈമാറുക. ആ പ്രോപ്പർട്ടി നിന്റെ പേരിൽ എഴുതത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങളെ ദൈവം അനുകൂലമാക്കും. ഇത് പറയുമ്പോൾ അവകാശിയായി ജാതികൾ, 7 പരം ജാതികൾ അവിടെ ഉണ്ട്. ഇത് പ്രസംഗിക്കുന്ന പത്രോസ് 7-ാം അധ്യായത്തിനകത്ത് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുമ്പോൾ താൻ നോക്കിയ ദേശത്തെ കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാം അവിടെ കയറിയിട്ട് ഇറങ്ങിപ്പോരുവാണ്. അപ്പോഴാ പറഞ്ഞത്, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം നൽകുവാണ്. ഹല്ലേലൂയ. അബ്രഹാം ഇറങ്ങി നടന്ന സ്ഥലം, അബ്രഹാമിനോട് ആദ്യം പറഞ്ഞതനുസരിച്ച് നീ ഇറങ്ങി നടക്കുന്ന സ്ഥലം, നെടുകയും കുറുകയും നടക്കുന്ന സ്ഥലം, നീ എത്ര വീതിയിലും വിസ്തൃതിയിലും നീ അതിനെ വരയ്ക്കുന്നുവോ അത് നിന്റെ പേരിലാകും. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. ഈ വിഷയ തർക്കം ഉണ്ടായപ്പോൾ, രാജ്യങ്ങൾ തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായപ്പോൾ ബൈബിളാണ് എടുത്തുകൊണ്ട് വന്നത്. ഇത് ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന് ദൈവം ചെയ്ത വാഗ്ദത്ത ദേശമാണെന്ന് ബൈബിൾ എടുത്ത് തെളിയിച്ചുകൊണ്ടാണ് ഹല്ലേലൂയ ആ രാജ്യം അവരുടെ പേരിലേക്ക് വീണ്ടും ദൈവം എഴുതിച്ചത്. ഹല്ലേലൂയ. ഇന്ന് പകല് ഞാൻ ആ ദൂത് പറയാണ്. ഹല്ലേലൂയ. അത് പറയുമ്പോൾ രാജ്യങ്ങൾ മുഴുവൻ അവരുടെ കൂടെ നിൽക്കത്തക്ക രീതിയിൽ ആ പ്രോമിസിനെ അവർക്ക് വേണ്ടി വഴിതിരിച്ചൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, വചനത്തിന്റെ വെളിപ്പാടിൽ പറയുന്നു, നിന്റെ പേരിൽ ചിലത് ദൈവാത്മാവ് എഴുതട്ടെ. സ്വന്തമായി ഭൂമി ഇല്ലാത്തവരോട്, സ്വന്തമായി പ്രോപ്പർട്ടി ഇല്ലാത്തവരോട്, സ്വന്തമായി ഭവനമില്ലാത്തവരോട് ഞാൻ പറയുന്നു, 26-ൽ മേടിക്കാനുള്ള ഒരു പ്രവചനവാക്ക് നിന്റെ അകത്ത് നൽകട്ടെ. വീട് നൽകുമെന്നല്ല പറഞ്ഞ്, അത് പറയാനുള്ള വാക്ക് നൽകുമെന്ന. അങ്ങനെ വാക്കുള്ളവനോട് പറയുന്നു, 1-ൽ കൂടുതൽ നിന്നാൽ തുറന്നു വരാൻ. ഞാൻ പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണോ? അല്ലെങ്കിൽ 1-ൽ കൂടുതൽ പ്രോപ്പർട്ടി ആണെങ്കിലും വീടുകളാണെങ്കിലും നിനക്ക് തുറക്കാൻ കഴിയുന്ന രീതിയിലുള്ള അഭിഷേകത്തിലേക്ക് നിന്നെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പേരിന്റെ പിറകിൽ ഒരു ഐഡന്റിറ്റി ഉണ്ട്. പേരിന്റെ പിറകിൽ ഒരു സ്വഭാവമുണ്ട്. പേരിന്റെ പിറകിൽ ഒരു അധികാരം ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾക്ക് ഈ പേര് വെറുതെ വന്നതല്ല. ആ പേര് നൽകിയ പിതാവിന് പിറകിൽ, മാതാവിന് പിറകിൽ, അല്ലെങ്കിൽ ആ അങ്കിളിന് പിറകിൽ, ആന്റിക്ക് പിറകിൽ ഒരു ദൈവമുണ്ട്. അബ്രഹാം എന്നായിരുന്നു അബ്രഹാമിന്റെ പേര്. അബ്രഹാമിനെ നാട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. അബ്രഹാം എന്ന് മാറ്റിയത് ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചിലരുടെ പേര് മാറ്റാൻ പോവുക. ഒരു പക്ഷേ ആധാർ കാർഡിനകത്ത് പേര് മാറിയത്തില്ലായിരിക്കും, പക്ഷെ ദേശത്ത് നിന്റെ പേര് മാറിയിരിക്കും. ഇതിനെയൊക്കെ പിടിക്കാൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാം എന്ന പേര് അബ്രഹാമിന് ദൈവം നൽകിയത് മുതൽ ദൈവം പറയാണ്, ഇനി എന്റെ പേരിലല്ല ഞാൻ അറിയപ്പെടുന്നത്, നിന്റെ പേരിൽ ഞാൻ അറിയപ്പെടാം. ഇതൊക്കെ കേൾക്കുന്ന ആരാണ്? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിന്റെ പേരിൽ എനിക്ക് അറിയപ്പെടാൻ വേണ്ടി ഞാൻ നിന്റെ പേര് വലുതാക്കാം. എന്റെ കൂടെ വരണം, എന്റെ കൂടെ വരണം, എന്റെ കൂടെ വരണം, എന്റെ കൂടെ വരണം. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ മിണ്ടായിരിക്കുന്നത്. നിങ്ങൾ വ്യക്തിപരമായി ഉടലോടെയോ അല്ലാതെയോ എടുക്കപ്പെടണമെന്നുള്ള രക്ഷയെക്കുറിച്ച് മാത്രം കേട്ടിരിക്കാതെ നിങ്ങളുടെ സാഹചര്യം, നിങ്ങൾ ആയിരിക്കുന്ന പ്രദേശം കൂടെ ചേഞ്ച് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ പേരിലൂടെയുള്ള അഭിഷേകം വെളിപ്പെടുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇപ്പോഴും മനസ്സിലാകാത്തവരോട് പറയുന്നു, സ്വന്തമായി കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം.
ഞാൻ ഈ ഉള്ള ജഡം പോലും ഈ ശരീരം പോലും എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നുള്ള വെളിപ്പാട് നിൽക്കുന്നവരാ പലരും. പക്ഷെ കർത്താവ് പറയാണ്, ഇല്ല, ഇതിനകത്തൊരു രാജ്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പം നിങ്ങളെ ഇവിടെ അവശേഷിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇതിനെ തിരികെ പിടിച്ചിട്ട് സ്വർഗത്തിൽ പോയി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുത്തി ഞാൻ ചെയ്തതിലും വലുത് നിങ്ങളിലൂടെ ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിന്നെ മാത്രമല്ല രക്ഷിച്ചത്, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുറന്ന ഈ ഭൂമിയെയും നിങ്ങൾക്ക് അനുകൂലമാക്കാൻ പറ്റണം. ആ ദൂത ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബ്രഹാമിനുള്ള ബന്ധത്തിൽ. ഹല്ലേലൂയ. അബ്രഹാമേ, നിന്നെ ഞാൻ വിളിച്ചെന്നുള്ളത് നേരാണ്, നിന്നെ ഞാനൊരു ജാതിയാക്കി മാറ്റുമെന്നുള്ളത് നേരാണ്, നിന്റെ പേര് വലുതാക്കുമെന്നുള്ളത് നേരാണ്. പക്ഷേ എന്തിനാണെന്ന് ചോദിച്ചാൽ, നിന്നിലൂടെ എനിക്ക് എൻ്റെ പേര് നിന്നിലൂടെ അറിയപ്പെടാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകല് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവിയെ, മുന്നോട്ടുള്ള ജനറേഷനെ അനുഗ്രഹിക്കാൻ പറ്റുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിന്നെ അനുഗ്രഹിക്കുക, നിന്റെ ജനതയെ അനുഗ്രഹിക്കുക, നിന്നിൽ നിന്ന് തുറന്നു വരുന്നവരെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി, ഹല്ലേലൂയ, ഒന്ന് കൈ ഉയർത്തി പിടിച്ചിട്ട്, ഹല്ലേലൂയ, ഇപ്പോൾ ഉള്ള തലമുറ ഇല്ല, ജിൻസ കൈ പൊക്കി പിടിക്ക്. ആമേൻ. തലമുറ, ആമേൻ. ചേട്ടൻ്റെ ആണെങ്കിൽ കൊച്ചു കയ്യിലുണ്ടല്ലോ. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞോണം. ഈ വർഷത്തിന്റെ ഒടുവിൽ നിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു കൊച്ചു വരട്ടെ, കല്യാണം കഴിയണം. ആമേൻ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ചേട്ടനൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ. ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോഴുള്ള തലമുറകളും വരുവാനുള്ള തലമുറയും അനുഗ്രഹിക്കുക. നിന്റെ അനുഗ്രഹം അവർക്ക് അനുഗ്രഹമാകും. ഹല്ലേലൂയ. ഈ ഒരു വാക്ക് മാത്രമേ ഞാൻ 1-ാം തീയതി വെളുപ്പിനെ നിങ്ങളോട് പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. ആരെ കണ്ടാലും നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീരുക. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. ഒന്നുകൂടെ പറ. വേടകത്ത് കയറിയവരോട് ഞാൻ പറയുന്നു, വചനവും ക്രിസ്തു അകത്ത് കയറിയവരോട് പറയുന്നു, നീ പ്രത്യേകിച്ച് ഒരു ശബ്ദം ചെവി കേട്ടില്ലെങ്കിലും നീ അനുഗ്രഹിച്ച് പറഞ്ഞു വീഴുന്നത് അനുഗ്രഹമായി തീരും. ആ വേടാണ് പറയുന്നത്, നീ അനുഗ്രഹിക്കപ്പെടാനിരിക്കുന്നത് കൊണ്ട് നീ അനുഗ്രഹിക്കുന്നവനായിരിക്കണം. ഒന്ന് പറ. നീ ഒരു ദേശത്തെ അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. നീ ഒരു കുടുംബത്തെ അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എന്നോടൊപ്പം കയറുക. നീ ഒരു പട്ടണത്തെ അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹമായിരിക്കും. എന്തുകൊണ്ടാ? This is a plan of God. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒരു കുടുംബത്തിന്റെ വിടുതലല്ല, ഒരു ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയാ. ഹല്ലേലൂയ. ഒരു ദേശത്തിലുള്ള സർവ്വ കുടുംബത്തിനും ഒരു പേര് ദൈവം നൽകാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറയാം, എൻ്റെ വീട്ടുപേര് ബഥേൽ എന്നാണ്. എൻ്റെ വീട്ടുപേര് ബഥേൽ. അതിനകത്ത് തന്നെ ലൂസിനെ ബഥേലാക്കിയ ദൈവം മാറ്റി. ഞാനതൊക്കെ പറഞ്ഞു തരാം. ചില വീട്ടുപേര് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് വീട്ടുപേരാണോ, അതോ ഇനി വല്ല കമ്പനിയുടെ പേരാണോ, അതോ വല്ല സ്ഥാപനത്തിന്റെ പേരാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത് വലുതായിട്ടുണ്ട്. മനസ്സിലാകത്ത പ്രാവശ്യം ചിലതൊക്കെ ബസ് കമ്പനിയുടെ പേരിലായി. അറിയില്ലേ? അല്ലേ? ഒരാളുടെ മനസ്സിൽ തോന്നിയതാണ് അവരുടെ വീടിന് പേരിടാൻ. ഇപ്പൊ അത് വലിയ കമ്പനിയായി നിൽക്കുക. ഹല്ലേലൂയ. ഞാൻ കണ്ണടച്ച് പറയാം, കണ്ണ് തുറന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കണ്ണടച്ച് പറയാണ്, അങ്ങനെ ചില അപ്ഡേഷൻസുകൾ വീടാൻ പോവാ. നിങ്ങൾക്കൊന്നും അത് പിടിക്കാൻ മേല. അങ്ങനെ ഒരു സോഴ്സ് നിനക്ക് വേണ്ടി തുറക്കാൻ. ഇതൊരു മോട്ടിവേഷൻ മെസ്സേജ് അല്ല, ഇറ്റ്സ് എ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന്റെ അതോറിറ്റിയിൽ നിന്ന് പറയുന്നത്,
ഒന്നുമില്ലാതിരിക്കെ, ഹല്ലേലൂയ, ഒരു സിമ്പിൾ പ്രോപ്പർട്ടി പോലും ഇല്ലാതിരിക്കെ, ഒരു അനുഭവിക്കാൻ ഒരു മകൻ പോലും ഇല്ലാതിരിക്കെ ദൈവം വിളിച്ചിട്ട് പറയാണ്, ഞാൻ നിനക്ക് സന്തതിയെയും ഞാൻ നിനക്ക് ദേശത്തെയും തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇത് പിടിക്കാൻ അബ്രഹാമിന് കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ആദ്യത്തെ അപ്ഡേഷൻ അദ്ദേഹത്തിന്റെ പേര് മാറ്റുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, ഹല്ലേലൂയ, അങ്ങനെ ഒരു പേര് മാറുകയാണ്. നിന്റെ ദൈവത്തിന്റെ പേരിൽ നീ അറിയപ്പെടും. അങ്ങനെ അറിയപ്പെടുമ്പോൾ നിന്റെ സാഹചര്യത്തിനകത്ത് നിന്റെ കുടുംബ പേരോ നിന്റെ പേരോ മാത്രമായി അത് തീരത്തില്ല. അതൊരു പട്ടണത്തെ തൊടുന്നൊരു പേരായി മാറും. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ഇത്ര സ്പീഡിൽ ഈ വിഷയം കൊണ്ടുപോകാൻ ആഗ്രഹിച്ചില്ല. വളരെ ചുരുക്കം. നിങ്ങൾ പലതും പിടിക്കാത്തതാണ് ഈ സ്പീഡിൽ ഓടുന്നത്. ഒരു ദേശത്തിന്റെ മേൽ, ഞാൻ അല്പം കൂടെ ആഴത്തിലോട്ട് ഇറങ്ങി വരാം. ഒരു ദേശത്തിന്റെ മേൽ വന്നു കിടക്കുന്ന തെറ്റായ ഐഡന്റിറ്റിയെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ദേശത്തിന്റെ പേര് മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് അതിനെ മാറ്റുന്നത്? ബൈബിളിൽ ചരിത്രം കിടക്കുന്നു. ചിലത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ പുരുഷന്മാരിട്ട പേരാണ്. ആ സമയങ്ങളിൽ അവർ നിൽക്കെ ദൈവം അവരുടെ നടുക്കിറങ്ങി വരുന്നത് കണ്ടപ്പോൾ അവർക്ക് ആ ദേശത്തിന്റെ പേര് മാറ്റാൻ ഒരാഗ്രഹം തോന്നി. അത് അവരിട്ട പേരായിരുന്നില്ല, മറിച്ച് ദൈവം ഇട്ട പേരായിരുന്നു. ഓ സ്തോത്രം, 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 സ്തോത്രം. ഞാൻ കുറച്ച് ഇച്ചിരി കട്ടിയോടെ പിടിക്കണം അതിലെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞാൽ ഇച്ചിരി കൂടിപ്പോവോ എന്നറിയത്തില്ല, എന്നാലും കൂടിപ്പോലും പിടിച്ചോണം നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ ചില പട്ടണത്തിന്റെ പേര് മാറ്റാൻ പോവോ? നിങ്ങൾക്ക് മനസ്സിലാകാത്തോണ്ടാ. ഹെബ്രോൻ പുരം എന്നൊരു പേരുണ്ട്, നിങ്ങൾക്കറിയാം? ചില സ്ഥലങ്ങളിലൊക്കെ ചർച്ചിന്റെ പേരിലാണ് സ്റ്റോപ്പുകൾ അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ രാജ്യത്ത് പോലും ജനിക്കാത്ത ആൾക്കാരുടെ പേരിലാണ് പേരറിയപ്പെടുന്നത്. കാരണം അങ്ങനെയാ. ആ സ്ഥലത്തെ തൊടാൻ പറ്റുന്ന രീതിയിൽ, ആ സ്ഥലത്തിലെ വ്യക്തികളെ തൊടാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്വാധീനത അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഒന്ന് നിങ്ങളുടെ മേൽ വെളിപ്പെടാനുള്ള അഭിഷേകം ഇന്ന് പകൽ ഇവിടെ റിലീസാകുന്നുണ്ട്. ഇപ്പൊ നീ ആരും അല്ല, ഇപ്പൊ നീ ഒന്നും അല്ല, പക്ഷെ ഇത് ദൈവശബ്ദമായി പിടിച്ചോ, അഭിഷേകമായി വെളിപ്പെടാൻ പോവുക. ലൂസിന്റെ പേര് മാറ്റിയതാരാ? ലൂസിന്റെ പേര് മാറ്റിയതാരാ? യാക്കോബ് അല്ലേ? യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം എന്തുവാ? പിടിച്ചു പറിക്കുന്നവൻ, പിടിച്ചുപറിക്കാരൻ എന്ന പേര്. ഒരാള് വീണ് അവന്റെ കാര്യം പോക്കാം. അവന്റെ പേര് കള്ളൻ എന്നാ അല്ലേ? പിടിച്ചുപറിക്കാരൻ. ഒരേ സമയം ദൈവം ഒരു വ്യക്തിയുടെയും ഒരു ദേശത്തിന്റെയും പേര് മാറ്റുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പന്റെ അനുഗ്രഹം, ജ്യേഷ്ഠന്റെ അവകാശം, ദൈവത്തിന്റെ അനുഗ്രഹം ഈ മനുഷ്യന്റെ തലമേൽ വന്ന് വീണപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചിലത് ദൈവാത്മാവ് വെളിപ്പെടുത്താൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ പറയാണ്, വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു കാൽച്ചുവട് അവകാശമായി എനിക്കില്ല എന്ന് തോന്നത്തക്ക രീതി ഓടി മറയുന്ന ഭയം യാക്കോബിന്റെ മേൽ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവനോട് പറയും, ഇല്ല, നിന്റെ പേര് മാറാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഞാൻ പ്രവചിക്കുന്നു, ചിലരുടെ പേരിന്റെ പിറകിൽ കിടക്കുന്ന ദോഷങ്ങൾ ഇന്ന് രാവിലെ മുതൽ ക്യാൻസൽ ആകാണ്. നന്നായി സഭ അതിനെ പിടിക്കുന്നോ? നിന്റെ പേര് ഇന്ന് വരെ നിന്നതിന്റെ പേരിൽ നിന്റെ പേരിൽ സാമ്പത്തികം കയറി വരുന്നില്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഇന്ന് രാവിലെ മുതൽ അത് തുറന്നു വരും.
ഷാബ്രഖാത മറാഖ തലാബ റഖാതിയ ഷമാനി അന്തല പ്രഭേറ്റിയ റഖൂൽ മോറി അന്തല പ്രഭ. ഇത് ഈ പട്ടണത്തിനകത്ത് നിറവേറുന്ന ഒരു സമയത്തെ ദൈവാത്മാവ് കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് കേൾക്കുന്ന ഈ ദൈവശബ്ദം നീ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ ആ സമയത്തിനകത്തേക്ക് ഈ സാഹചര്യങ്ങളെ വഴിതിരിക്കുന്ന സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും ബന്ധങ്ങളെയും ദൈവാത്മാവ് ഒരുക്കിക്കൊണ്ടുവരും. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പാട്ടുകാരൻ ഇങ്ങനെ ആടിയേ, സാരാഭത്തൊരുക്കി ഏലിയാവെ പോറ്റിയ ദൈവം. സാരാഭാത്ത് ദൈവം ഒരുക്കുക. അവന്ന് പറ, സാരാഭാത്ത് ദൈവം ഒരുക്കുക. ഞാൻ ആ ചിലരോ നോക്കി പ്രവചിക്കുന്നു, സാരാഭാത്ത് ദൈവം ഏലിയാവിന് വേണ്ടി ഒരുക്കിയിട്ട സ്ഥലമായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, അവിടെ നിൽക്കുന്ന മരണശക്തികളുടെ പാശങ്ങളെ പൊളിച്ച ആ മനുഷ്യൻ ഒരു പ്രവാചക ശബ്ദത്തോടെ ആ വീട്ടിനകത്തേക്ക് കയറി ചെന്നതുപോലെ നിങ്ങളെയും ചില പട്ടണങ്ങളുടെ പേര് മാറ്റി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ദേശം തുറന്നു വരത്തക്ക രീതിയിൽ ചില എൻഡറിങ് സമ്മതിക്കപ്പെടാൻ പോകുന്നു. എന്നോട് ആത്മാവ് ഒരു പ്രവചന ശബ്ദം പറയുന്നു, നിന്നെ അയച്ച പട്ടണത്തിലെ ദൈവപ്രവർത്തിക്കുള്ള സമയമായിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കുകയാണ്. ആമേൻ. ദൈവം ഒരു പട്ടണത്തിന്റെ പേര് മാറ്റുന്നത് ദൈവം ഒരുക്കിയ ഒരു വ്യക്തിയിലൂടെയാ, ദൈവം ഒരുക്കിയ ആൾക്കാരിലൂടെയാ. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കൊണ്ട്, ഒരു പട്ടണത്തിന്റെ പേര് ഒരു വ്യക്തിയുടെ പേരിലേക്ക് ചുരുങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെ ചുരുങ്ങുന്നേ? അങ്ങനെ ചുരുങ്ങൂ? ഞാൻ പറയാം, ഒരു അകത്ത് അകത്തുനിന്ന് ദൈവാത്മാവ് എനിക്ക് അകത്തുനിന്ന് ആലോചനയാണ്. ബെഥാനിയ എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെട്ട സ്ഥലം തന്നെയാ. പക്ഷെ ഒട്ടും അറിയപ്പെടാതെ ഒരു വീടിനകത്ത്, ഒന്നുകൂടി പറഞ്ഞാൽ പാസ്റ്ററായ യേശു വീട്ടിൽ വരുമ്പോ വീട്ടിൽ കയറാതെ നാട്ടിൽ കൂടെ നടക്കുന്നവനാണ് ലാസർ. അത്രത്തോളം അംഗീകാരം ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് സംഭവിച്ച ഒരു സംഭവം ആ പട്ടണത്തെക്കാളും ആ വ്യക്തിയെ വലുതാക്കി മാറ്റി. മനസ്സിലായവർക്ക് ഇഷ്ടം. ഒരു വീട്ടിൽ ചുരുങ്ങിയവൻ ലൈഫിൽ നടന്ന ഒരു സംഭവം നിമിത്തം പട്ടണത്തിന്റെ പേരിനേക്കാൾ വലുതായി. പിന്നെ ലാസർ എന്ന പേരിന് ശേഷം ബെഥാനിയ എന്ന പേര് ചുരുങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇന്ന് പക്ഷേ നിങ്ങളുടെ ഐഡന്റിറ്റി മുണ്ടക്കയത്ത് നിങ്ങളുടെ വീട്ടുപേര് പറഞ്ഞിട്ട് പറയണമെങ്കിൽ നേരെ തിരിയും. എനിക്കറിയാം, ഇപ്പം സാം ജോസഫ് എന്ന് പറയുമ്പോഴേ ചിലർ പറയുന്നതുകൊണ്ട് കുമരകമാണോ. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ കുമരകം എന്ന് ഐഡന്റിറ്റി കൊടുത്താൽ മാത്രമേ പുള്ളിയുടെ പേര് വരികയുള്ളായിരുന്നു. എന്തുവാ, ദൈവം ചിലരുടെ പേരിനെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഞാനിതത്തെ പുറകോട്ടിറങ്ങി പറയാണ്, ചിലരുടെ പേരിനെ ദൈവം അപ്ഡേറ്റ് ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. ചുരുക്കത്തിൽ പറഞ്ഞ ഒറ്റ ദൂതേ ഉള്ളൂ, ദൈവം നിന്നെ വലുതാക്കാൻ പോവാ. ദൈവം നിന്റെ പേരിനെ വലുതാക്കാൻ പോവാ. ചിലരിതിനെ സ്വീകരിക്കുന്നില്ല. പക്ഷെ ഇന്ന് പകരം ഞാൻ ഇതിനകത്ത് ഇതിനെ വിതറുകയാണ്. ഈ വിത്ത് വീഴുന്ന വീട്, ഈ വിത്ത് വീഴുന്ന വ്യക്തി ഇന്ന് രാവിലെ മുതൽ എക്സ്റ്റാബ്ലിഷ് ആകാൻ പോകും. സാഹചര്യങ്ങൾ ദൈവമാണ് ഒരുക്കുന്നത്, അനുഭവങ്ങൾ വ്യക്തികളാ ദൈവാത്മാവ് ഒരുക്കിക്കൊണ്ടുവരുന്നത്. വിശ്വാസത്തോടെ സ്വീകരിക്ക്. നിന്റെ വീടിനകത്ത് ഇന്ന് നിൽക്കുന്ന സകല അനുഭവവും കർത്താവ് മാറ്റും. അയച്ചാ പിടിക്കാൻ പറ്റുന്നുണ്ടോ? ഞാനൊക്കെ ഒരു കാലഘട്ടത്തിൽ വിചാരിച്ചത് എനിക്ക് ഒരു ബൈക്ക് ഓടിക്കാൻ പോലും പറ്റുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ മേലോട്ട് കയറി ഫ്ലൈറ്റ് എങ്ങനെ ഓടാനാ. പക്ഷെ
ഇതെല്ലാം പറ്റുന്ന രീതിയിലേക്ക് പരിശുദ്ധാത്മാവ് സാഹചര്യങ്ങൾ വഴിതിരിച്ചതാണ്. ഒരു മാസത്തിന്റെ 20-22 ദിവസം ആശുപത്രിയിൽ മാത്രം ജീവിച്ചു വന്ന, ഒരു മാസം എന്നല്ല, എല്ലാ മാസവും അങ്ങനെയാണ്. ആസ്മ എന്ന രോഗത്താൽ ഭാരപ്പെട്ട് എൻ്റെ അമ്മ അങ്ങനെ കഴിയുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. 24 ദിവസവും ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസം ആഹാരം വെക്കത്തില്ല. കാരണം ഞങ്ങൾ ആരും വീട്ടിൽ കാണാറില്ല. കാരണം അച്ഛൻ്റെയോ അനിയൻ്റെയൊക്കെ വീട്ടിലായിരിക്കും ഇവർ രണ്ടുപേരും, അച്ഛനും അമ്മയും ആശുപത്രിയിലായിരിക്കും. അങ്ങനെ ജീവിച്ചു വന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ പറയുന്നത് പോലെയൊക്കെ നമുക്കൊന്നും സംഭവിക്കത്തില്ല. പക്ഷെ അന്നും വീട്ടിലൊരു പ്രവാചകൻ വന്നാൽ പറയുന്നത് ഭയങ്കര ദൂതാണ്. ഹല്ലേലൂയ. ഇന്ന് പകരം ഞാൻ പറഞ്ഞു, ആ സമയങ്ങൾ അന്നത് വിശ്വസിക്കാൻ പറ്റാതാണെങ്കിലും ഇന്ന് അതിനെ വിശ്വസിപ്പിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ തിരിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന മാതാക്കൾ ശക്തിയോടെ പ്രാർത്ഥിക്കണം. നിന്റെ പേരിന്റെ പിറകിൽ ഒരു നന്മ ഒഴുകി വരുന്നുണ്ട്. നിന്റെ പേരിനെ ദൈവം അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ലൂസ് ദൈവം ബദലാക്കി മാറ്റുന്നതിന് ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി ദൈവ സാന്നിധ്യമാണ്. ഇതിന്റെ കാതലായ ഒരു ദൈവശബ്ദമാണ് ഈ സന്ദേശത്തിൽ. വെറുതെ പേര് മാറത്തില്ല ജോസച്ച, വെറുതെ പേര് മാറത്തില്ല. വാക്തത്വം ഉണ്ടെന്ന് പറഞ്ഞ പേര് മാറത്തില്ല. ദൈവ സാന്നിധ്യം ഇറങ്ങണം. ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ അവിടെ സംഭവിച്ചത്, ആമേൻ, മനസ്സിലാക്കാൻ പറ്റാത്ത, അഥവാ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കാതെ ആ മനുഷ്യൻ ഉറങ്ങിയതാ. അല്ലേ 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 നിങ്ങൾ വായിക്കണം. മുമ്പിലും പിമ്പിലും സൈഡിലും ഇരുട്ടായതുകൊണ്ട് തപ്പിയെടുത്ത ഒരു കല്ല് മാത്രം തനിക്ക് ഐഡന്റിറ്റി ആയി വന്നു. ആ കല്ല് അവൻ തലയണയായി വെച്ച് ഉറങ്ങുമ്പോൾ ആ സ്ഥലം ഏതാണെന്ന് അറിഞ്ഞില്ല. പക്ഷേ ഹല്ലേലൂയ, ഉറക്കത്തിൻ്റെ നടുവിൽ ദൈവം തൻ്റെ സാന്നിധ്യം ഒരു ഗോവേണയിലൂടെ അറിയിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, അവിടെ അറിയാത്ത സ്ഥലത്തെ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം കൊണ്ട് മനസ്സിലാക്കിയ യാക്കോബ് ആ സ്ഥലത്തിൻ്റെ പേരങ്ങ് മാറ്റിക്കളഞ്ഞു. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, നീ അറിയണമെന്നോ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പിറകിലുള്ള ദോഷമോ, ആ സ്ഥലത്തിൻ്റെ പിറകിലുള്ള ബുദ്ധിമുട്ടോ, ആ സ്ഥലത്തിൻ്റെ പിറകിലുള്ള അവസ്ഥയോ, അതിൻ്റെ പിന്നിലുള്ള ശാപങ്ങളോ നീ അറിയണമെന്നോ അറിയാതിരിക്കണമെന്നോ നിർബന്ധമല്ല. ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമാണ് സാഹചര്യങ്ങളെ തീരുമാനിക്കുന്നത്. ഇന്നും ദൈവത്തിൻ്റെ പർവ്വതമെന്ന ഹോരോബിന് പേര് വരാൻ കാരണം എന്നാണെന്നറിയാമോ? അവിടെ ഇറങ്ങിയ ദൈവ സാന്നിധ്യം മുൾപടർപ്പിനെ കത്തിച്ച ഒരു അഗ്നിയുടെ ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ഈ ദൈവ സാന്നിധ്യം നിന്നെ, ഈ ദൈവ സാന്നിധ്യം നിന്റെ വീടിനെ, ഈ ദൈവ സാന്നിധ്യം നിന്റെ പട്ടണത്തെ തൊട്ടാൽ പേരുകൾ കൃത്യമായി ദൈവം മാറ്റിയിരിക്കും. ഞാനിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ആഴ്ചകളിൽ ഈ വചനത്തിന്റെ ശക്തി എൻ്റെ അകത്ത് നൽകിയപ്പോൾ തന്നെ ആശയങ്ങൾ തുറന്നു വരുന്നു. ഹല്ലേലൂയ, ചില കുടുംബങ്ങൾക്കകത്തെ പേര് ദോഷം ദൈവം എടുത്തു മാറ്റും. ഹല്ലേലൂയ, ചില വ്യക്തികളുടെ പേരിൽ കിടക്കുന്ന പേര് ദോഷം ദൈവം എടുത്തു മാറ്റും. ചില സ്ഥലങ്ങളുടെ പേര് ദോഷം ദൈവം എടുത്തു മാറ്റും. കാരണം എങ്ങനെയാണെന്നറിയാമോ? അഭിഷേകം ഉള്ളവൻ വരുമ്പോൾ അഭിഷേകത്തിന് ഒത്തവണ്ണം ഉള്ളതേ പിന്നെ സംഭവിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു തുടങ്ങിയ ആശയം പറയാം. ദൈവത്തിൻ്റെതായിരുന്നു ഇസ്രയേൽ, ദൈവത്തിൻ്റെ ജനമാണ്. പക്ഷെ ആഹാബിൻ്റെ ഭരണകാലത്ത് ആഹാബിൻ്റെ പുറകിൽ ഇറങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഇസബേലുണ്ട്. ഇസബേലിൻ്റെ പുറകിലെ ബാലിൻ്റെ വിഗ്രഹങ്ങളും ആരാധന ജീവിത ശൈലികളും ഉണ്ട്. അത് ടോട്ടലി ദൈവത്തിൻ്റെ ജനമാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ആ ജനത്തിൻ്റെ സാഹചര്യം മാറി. പക്ഷേ പേരില്ലാത്ത ഒരുവൻ വന്ന ഒരൊറ്റ പ്രവചനം കൊണ്ട് അന്തരീക്ഷത്തെ മൊത്തം തിരിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയുന്നു, ഇത് ആഭിചാരത്തിനകത്തും വിഗ്രഹാരാധനയ്ക്കകത്തും മുഴുകിപ്പോയ ഒരു പട്ടണത്തെയും ദൈവജനത്തെയും ദൈവം തിരികെ പിടിക്കാൻ ദൈവം ഉപയോഗിച്ചത് ഒരു പ്രവാചകനെയും പ്രവാചക ശബ്ദത്തെയാണെങ്കിൽ ഇന്ന് പകൽ ഗെറ്റ് റെഡി ടു റിസീവ്. ഇത് സ്വീകരിക്കാമെങ്കിൽ നിന്റെ കുടുംബം, പട്ടണത്തെ ദൈവം തിരികെ പിടിക്കും. ഞാൻ ഒറ്റ വാക്കിൽ ആ പേര് പറയുകയാണ്, നിന്റെ വീടിൻ്റെ ദോഷം ദൈവം മാറ്റാൻ പോവുക.
ഞാൻ ഇന്ന് വരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മ പറയുന്നു, ഹല്ലേലൂയ, എനിക്കറിയാവുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന് നിന്റെ പേര് ദോഷത്തെയും നിന്റെ വീടിന്റെ പിറകിൽ കിടക്കുന്ന ദോഷങ്ങളെയും പരിഹരിക്കാൻ പറ്റും. പച്ചയ്ക്ക് അങ്ങ് പറയാണ്, അതിൽ ചില ജാതീയ കൂട്ടങ്ങൾക്കകത്ത് കടക്കുന്ന ചില കുടുംബങ്ങളെ ആഴമായി പിടിക്കാൻ ഈ ദൂതിനെ ദൈവം ഉപയോഗിച്ചിരിക്കും. ഈ ദൂത് ഈ ചർച്ച് വിട്ട് ഇറങ്ങുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ചില കുടുംബങ്ങളെ നേരെ ഈ ദൂത് ഓടുന്നു. നിന്റെ വീടിന്റെ പിറകിൽ കിടക്കുന്ന ദോഷത്തെ മാറ്റാൻ, നിന്റെ പേരിന്റെ പിറകിൽ കിടക്കുന്ന ദോഷത്തെ മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. സർവ്വ കുടുംബത്തിലും പേര് വരാൻ കാരണമായ നസ്രായൻ. കരമടിച്ച് ഈ ദൂതിനെ ആരാധിച്ച് സ്വീകരിക്ക്. ഈ ദൂത് അക്ഷരികമായി നിവർത്തീകരിക്കപ്പെടുമ്പോൾ നിന്റെ കസേരയെ ഇപ്പറേ അവൻ വന്നിരിക്കും. അബ്രഹാമിന് ദൈവം തന്റെ ദേശം കൊടുക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഒരു കാര്യം, അബ്രഹാമെ, നീ കേട്ടത് നീ കാണാൻ തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഇനി അടങ്ങിയിരിക്കരുത്, നിന്റെ കാലുകൊണ്ട് അവിടെ നടക്കണം, നിന്റെ കാലുകൊണ്ട് നീ നടക്കണം. അബ്രഹാം ചെയ്തത്, അവൻ നെടുകയും കുറുകയും നടക്കാൻ തുടങ്ങി. കണ്ടതും കേട്ടതും മനസ്സിലുള്ളവരോട് ഞാൻ പറയുന്നു, മുണ്ടക്കയത്തിൻ്റെ ഹൃദയഭാഗത്തൂടെ നടക്കാൻ, സുവിശേഷവുമായി നടക്കാൻ ദൈവം ഒരു അതോറിറ്റി നൽകുക. ഹല്ലേലൂയ. ആ ശബ്ദം ചിലരെ തിരിക്കാൻ പോവുക. ഹല്ലേലൂയ. ലോത്ത് ഇന്നലെ വരെ കൊണ്ടായിരുന്നത് കൊണ്ടാണ് നിന്നോട് ഈ പ്രദേശം ഒളിച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് ലോത്ത് വിട്ടുമാറിയപ്പോൾ ഹല്ലേലൂയ, ദൈവം നിനക്ക് തന്ന ദേശത്തെ വീണ്ടും കാണിച്ച് ഒരു ദൂത് പറയുന്നത് പോലെ ഇന്ന് മുണ്ടക്കയത്തെ നോക്കി ഈ പകല് ഞാൻ പറയുന്ന വാക്ക് അന്വർത്ഥമാകുന്ന രീതിയിൽ നിങ്ങൾ മുണ്ടക്കയത്തൂടെ നടന്നു തുടങ്ങിയാൽ ഈ പട്ടണത്തിൻ്റെ ചില കുടുംബങ്ങൾ നിന്റെ പേരിലേക്ക് വഴിതിരിഞ്ഞിരിക്കും. ഒരു ചർച്ചിനുള്ള ദൂതാണ്, നിങ്ങളോടുള്ള ദൂതൂടെ ഇതിനകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്നു. നിന്റെ കുടുംബത്തിനകത്ത് കിടക്കുന്ന ദോഷങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പട്ടണത്തിനകത്ത് ഒരു കുടുംബം ശാപത്തിനകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഈ ദൂത് അവരെ തൊട്ടിരിക്കും. ഒരുപക്ഷെ നിങ്ങളായിരിക്കും കേൾക്കുന്നത്, നിങ്ങളുടെ കാതുകൾ മാത്രമാണ് അതിനെ കേട്ടത്. ആമേൻ പറയാൻ തയ്യാറാണോ? നിന്റെ പട്ടണത്തിന് വേണ്ടി അതാ പട്ടണത്തിനകത്തേക്ക് ഇറങ്ങിയിരിക്കും. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞ ആശയം വീണ്ടും പറഞ്ഞു തുടങ്ങട്ടെ, പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ആ ദൂതൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങാണ്. ദൈവം രാജ്യങ്ങളുടെ മേൽ അയച്ചിട്ടുണ്ട് ദൂതന്മാരെ, കർത്തൃത്വം നടത്തേണ്ടതിനായി, അധികാരം നടത്തേണ്ടതിനായി. അതുപോലെ തന്നെ ദൈവം ഓരോ ഗ്രാമങ്ങൾക്കും വേണ്ടി അയച്ചിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ഉണ്ട് കേട്ടോ. ദുഷ്ട സൈന്യത്തിൻ്റെ മേലും അയക്കപ്പെട്ട ദൂതന്മാരുണ്ട്, സാത്താൻ്റെ ദൂതന്മാരുണ്ട്. അതുപോലെ തന്നെ ദൈവം അയച്ച പട്ടണങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതന്മാരും ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ മുണ്ടക്കയത്തിന് വേണ്ടി ദൈവം അയച്ച ദൂതൻ ഒന്നും ചെയ്യാതെ നിങ്ങളുടെ വാക്ക് കേൾക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ പ്രവചിച്ച് ചിലതിനെ തിരിക്ക്. ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ചില ദേശങ്ങളുടെ പേരുകളെ ദൈവാത്മാവ് തരുന്നുണ്ടെങ്കിൽ അത് എഴുതി വെച്ച് പ്രാർത്ഥിപ്പാൻ, അതിൻ്റെ ഫേസ് മാറത്തക്ക രീതിയിൽ ഒരു പ്രൊഫറ്റിക്കൽ പ്രെയർ നടത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സന്ദേശം ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ മുഴുവൻ രീതി പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ ഇതിനകത്തുള്ള ആ ദൈവശബ്ദം എൻ്റെ അകത്തെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതെന്നോട് പറഞ്ഞു നൽകുന്നത്, നിങ്ങൾ പറഞ്ഞാൽ ചിലത് സംഭവിക്കുമെന്നാ. നിങ്ങൾ വാ തുറന്നാൽ, ഞാൻ ഒരു വാക്യം നിങ്ങളെ കാണിക്കാം. യെശയ്യാവിന്റെ പുസ്തകം ഒന്ന് എടുത്ത്, അധ്യായം 2 വാക്യം ഒന്ന് വായിക്കാമോ?
ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. ആമേൻ. ഈ 1-ാം അധ്യായം 62 ആദ്യം മുതൽ കാണുന്ന ഭാഗം കർത്താവ് ഇസ്രായേലിനെ കുറിച്ച് മിണ്ടാതെ ഇരിക്കുകയില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ ഇനി ഇരിക്കുകയുമില്ല, ഇല്ല, അവന്റെ നീതി പ്രകാശം പോലെയും അവന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെ. നിങ്ങളിന്ന് വായിച്ചു, ശരിക്കും വായിച്ചേ. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ കൽപ്പിക്കുന്നു പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. ആമേൻ. ഈ ഒരു ആശയത്തിന്റെ പിറകിൽ കുറച്ചു നേരം ഒന്ന് നിൽക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇതൊരു കുടുംബത്തിന് വേണ്ടിയുള്ള ദൈവശബ്ദമല്ല. ആണോ? ചോദിച്ചാ ആണോ? അല്ല. ഇതൊരു വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇതൊരു ദേശത്തിന് വേണ്ടിയുള്ള ദൂതാണ്. ദൈവത്തിന്റെ രക്ഷ, ദൈവത്തിന്റെ നീതി ദേശത്തിന്റെ മേൽ വെളിപ്പെടുത്താൻ പോവാ. ഈ കൽപ്പന നേരത്തെ തന്നെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ചിലരുടെ മേൽ വാക്തത്വമായി വെളിപ്പെടുന്നത്. നിങ്ങളെ കുറിച്ച് ഇനി മുണ്ടക്കയത്തെ കുറിച്ച് ഞാൻ പറയാം. മുണ്ടക്കത്തെ കുറിച്ചുള്ള പ്ലാൻ ദൈവത്തിനുള്ളത് കൊണ്ടാണ് നീ പുറത്തു വന്നത്. ആമേൻ പറയുന്നില്ല. ആമേൻ പറയാത്തോണ്ടാ വചനം തുറക്കാത്ത. നീ പുറത്തു വന്നത് കൊണ്ടാണ് നിന്നോട് മുണ്ടക്കയത്തെ കുറിച്ചൊരു ദൂത് പറഞ്ഞത്. ഹല്ലേലൂയ. പിടിക്കുന്നത് നിന്നോട് ആ വാഗ്ദത്തം പറഞ്ഞത്. ഹല്ലേലൂയ. നീ പുറത്തു വന്നത് കൊണ്ടാ. ഇതിന്റെ എല്ലാത്തിന്റെയും പുറകിൽ ഒരു ആക്ഷൻ ഉണ്ട്. ആദ്യത്തെ ആക്ഷൻ ദൈവത്തിന്റെ ആണെങ്കിൽ പിന്നീട് മൊത്തവും ഇതിന് പുറത്തു വന്ന വ്യക്തിയുടെ ആക്ഷൻസുകളാ. ആമേൻ. ഇനി നിങ്ങൾ മിണ്ടാതിരുന്നാൽ, ഇനി നിങ്ങൾ അനങ്ങാതിരുന്നാൽ ഈ പ്രവൃത്തി എങ്ങനെയാ കാണുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ അകം കത്തുന്നു, നല്ലതുപോലെ കത്തുന്നു. അവന്റെ നീതി പ്രകാശം പോലെയും, അവന്റെ നീതി ദേശത്തെ പിടിക്കുന്ന, അവന്റെ നീതി ദേശത്ത് പ്രകാശം പോലെയും. എങ്ങനെയാണ് പ്രകാശം വരുന്നത്? സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കള്ളത്തരമായ ഇരുട്ട് ഓടി മാറുന്നത് പോലെ അവന്റെ നീതി, പ്രകാശമല്ല വരുന്നത്, നീതി, ദൈവത്തിന്റെ നീതി ദേശത്തിന്റെ മേൽ വരും. ഒന്ന് കൈ വരും. നിങ്ങൾക്ക് ഈ ദൂതിന്റെ ആഴം കിട്ടാതുകൊണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ എന്റെ അകത്ത് കിടക്കുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞത്. ഇനി ഈ പട്ടണത്തിനകത്ത് ആദമിന്റെ അനുസരണക്കേടിന്റെ ആത്മാവല്ല വ്യാപരിക്കാൻ പോകുന്നത്, ക്രൂശിൽ ക്രിസ്തുവിന്റെ അനുസരണം, ക്രിസ്തുവിന്റെ അനുസരണത്തിന്റെ ആധിപത്യമാണ് ഈ പട്ടണത്തെ പിടിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഒരു ഹെവി റിവൈവലിനെ പ്രവചിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഈ പകൽ. ഹല്ലേലൂയ. മഴ പോലെ ഇറങ്ങുന്ന ചില ദൈവശബ്ദം പട്ടണത്തെ മൂടുമ്പോൾ, ഹല്ലേലൂയ, ഗ്രാമങ്ങൾ ഒഴുകാൻ കഴിയുന്ന ഒരു ദൈവശബ്ദമായി അത് തീരും. ഹല്ലേലൂയ. ദൈവ ശബ്ദം തുറന്നു വരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ നീതി. എന്റെ കൂടെ നിൽക്ക്, കുറച്ചു നേരം നിൽക്ക്. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ നിന്നെ നീതീകരിക്കാൻ പോവുക. ഫസ്റ്റ് ഡെലിവറൻസ് സംഭവിക്കുന്നത് നീതിയാണ്. സാത്താൻ മനുഷ്യന് കൊടുത്ത അനീതിയുടെ ആത്മാവിൽ നിന്ന് നീതിയിലേക്ക് ഒരു ടേണിംഗ് പോയിന്റ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ, ഒരു ദേശത്തിനുണ്ടാകുമ്പോൾ,
ആ നീതിയുടെ പിറകിൽ കിടക്കുന്ന ദൈവത്തിന്റെ നന്മകൾ, അനുഗ്രഹങ്ങൾ ആ പട്ടണങ്ങളൊക്കെ തൊടും. ഞാൻ പറയുന്നത് ഇച്ചിരി ഇവിടെ നന്നായി നിങ്ങൾ മനസ്സിലാക്കും. ഈ ദേശത്തെ കുറിച്ച് പറയാണ്, സിയോൻ ഇനി കർത്താവ് അടങ്ങിയിരിക്കില്ല, മിണ്ടാതിരിക്കില്ല. ഓ, ഞാൻ എന്റെ കൂടെ നിൽക്കേ, എന്നോടൊപ്പം പറ നിങ്ങള്, ഇനി മുണ്ടക്കയത്തിന് വേണ്ടി കർത്താവ് മിണ്ടാതിരിക്കില്ല. എത്ര പേര് കേൾക്കുന്നു? ഇനി മുണ്ടക്കയത്തിന് വേണ്ടി ദൈവം അനങ്ങാതിരിക്കില്ല. നിന്റെ അനക്കമാണ് ദൈവത്തിന്റെ അനക്കം. നീ മിണ്ടുന്നതാണ് ദൈവം മിണ്ടുന്നതായിട്ട് തോന്നുന്നത്. സ്തോത്രം, 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 സ്തോത്രം. നീ നിന്റെ പട്ടണത്തെ നോക്കി മിണ്ടിയാൽ അത് ദൈവം മിണ്ടുന്നത് പോലെയാണ്. നീ നിന്റെ പട്ടണത്തിൽ അനങ്ങിയാൽ ദൈവം അനങ്ങുന്നത് പോലെയാണ്. ഇതാണ് മോശയോട് ദൈവം പറഞ്ഞത്, ഞാൻ ഇറങ്ങി വന്ന് നിൽക്കുകയാണ്, ഞാൻ നിന്നെ അയക്കുകയാണ്. നീ അയക്കപ്പെടുമ്പോൾ നീ തിരിച്ചറിയണം, നീ അല്ല അയക്കപ്പെടുന്നത്, ഞാനാണ് അയക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് മോശ ഒരു ദേവനെ പോലെ, ഒരു ദൈവത്തെ പോലെ തോന്നിച്ചത് അവർക്ക്. മോശ ചെയ്യുന്നതെല്ലാം ദൈവത്തിന്റെ മിറക്കിളായി മാറിയത്. അല്ലെങ്കിൽ ദൈവം മോശയുടെ കൂടെ ഇറങ്ങി നിൽക്കുകയാണ്. അത് ദൈവം ഒരിക്കലും പറഞ്ഞു യോശുവായോട്, ഞാൻ എൻ്റെ ദാസനായ മോശയോട് കൂടെയിരുന്നു. ഇതായിരുന്നു നിങ്ങൾക്കുള്ള ആദ്യത്തെ ദൂത്. ഹല്ലേലൂയ. ഞാൻ സണ്ണി പാസ്റ്റർ ഇതാ പ്രസംഗിച്ചത്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകല് ആ വാക്കിനെ ലഘൂകരിച്ച് ഞാൻ പറയാണ്, ഞാൻ ജോസിന്റെ കൂടെ ഇരിക്കും, ഞാൻ മോനച്ചാന്റെ കൂടെ ഇരിക്കും, ഞാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് പറയാ, നിങ്ങളുടെ കൂടെ ഇരിക്കും. അത് സ്വീകരിക്കാൻ പറ്റുന്നവരോട് പറ, ആ ദൈവം എന്റെ കൂടെ ഇരിക്കും. ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ മിണ്ടാതിരിക്കില്ല. കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്, ഞാൻ മിണ്ടാതിരിക്കില്ല, ഞാൻ അനങ്ങാതിരിക്കില്ല. ആരുടെയൊക്കെയോ ഹൃദയത്തെ ഇന്ന് പകൽ ഉറപ്പിക്കുന്നു, നിന്റെ കുടുംബത്തിന് വേണ്ടി, നീ എന്ന വ്യക്തിക്ക് വേണ്ടി, നീ നിൽക്കുന്ന പട്ടണത്തിന് വേണ്ടി ദൈവം ഇനി മിണ്ടാതിരിക്കില്ല. അവൻ ശബ്ദിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു വാക്ക് സത്യത്തിൽ ഭൂമിയിലല്ല സംസാരിക്കുന്നത്, അത് സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് നീതി നൽകി തരേണ്ടതിനായി, നിന്നിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളൊന്നും നിലനിൽക്കാതിരിക്കാൻ നിലനിൽക്കുന്ന ഒരു പുത്രനുണ്ട്. ആ പുത്രനാൽ നിന്റെ പട്ടണത്തിനൊരു നീതി വെളിപ്പെടാൻ പോകുന്നു. ഈ പുത്രനാൽ നിനക്ക്, നിന്റെ കുടുംബത്തിന് ഒരു നീതി അനുവദിക്കപ്പെടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് സ്വീകരിക്കുന്നവരോട് ഞാൻ പറയുന്നു, ഭയങ്കര ഡെലിവറൻസ് നീ നിന്റെ കണ്ണുകൊണ്ട് കാണും. ഹല്ലേലൂയ. രോഗങ്ങൾ ഇറങ്ങി ഓടുന്നത് നിന്റെ വീട്ടിൽ നിന്ന് നീ കണ്ടിരിക്കും. ശാപങ്ങൾ നിന്റെ ദേശങ്ങൾ വിട്ട്, കുടുംബങ്ങളെ വിട്ട് പായുന്നത് നിന്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കും. സാമ്പത്തിക കുരുക്കുകളെ അഴിക്കാൻ നിന്റെ നാവിനെ ദൈവം ഉപയോഗിക്കുന്നത് നീ കണ്ടിരിക്കും. ഈ ദിവസങ്ങളിൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ചില വാക്കുകൾ അങ്ങനെ തന്നെ ദൈവം സൈൻ ചെയ്യുകയാണ്. റിങ്കു ഇവിടെ എന്ന് പറഞ്ഞ ഒരു വാക്ക്, നിന്റെ പേര് ദൈവം സൈൻ ചെയ്യിപ്പിക്കുമെന്നാണ്. അങ്ങനല്ലേ പറഞ്ഞേ? ഹല്ലേലൂയ. എന്താണ് പേര് സൈൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചിലത് വരുമ്പോഴാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ചുരുക്കത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു, നിന്റെ പേര് ദൈവം വലുതാക്കാൻ പോവുക. നിന്റെ പേര് വലുതാക്കുന്ന ചില പട്ടണത്തിലെ പ്രദേശങ്ങളിലേക്ക് നീ ഈ യാത്ര ചെയ്യാൻ ഒരുങ്ങുക. എവിടെ തന്നെ നിൽക്കാം. ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല. ആരെക്കുറിച്ചാ? സിയോനെ കുറിച്ച്, യെരൂശലേമിനെ കുറിച്ച് പറയാം. ഞാൻ അനങ്ങാതിരിക്കില്ല. ഞാൻ അതിന്റെ നീതി,
പ്രകാശം പോലെയും അതിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാർ നിന്റെ മഹത്വത്തെയും കാണും. കർത്താവ് മിണ്ടാൻ തുടങ്ങിയാൽ, കർത്താവ് അനങ്ങാൻ തുടങ്ങിയാൽ സകല ജാതികളും സകല രാജാക്കന്മാരും അത് കാണാൻ തുടങ്ങും. മനസ്സിലായവർക്ക് ഇഷ്ടം. നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞ, നിങ്ങളുടെ കാത് കൊണ്ട് ഈ റൂമുകൾക്കകത്തിരുന്ന് കേട്ടത്, ഹല്ലേലൂയ, ഏതോ പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു പ്രവാചകന്റെ വായിലൂടെ അദ്ദേഹം പോലും അറിയാതെ ദൈവത്താൽ നീ കേട്ടത് മന്ത്രിമാര് കാണേ ദൈവം ഫുൾഫിൽ ചെയ്യാൻ പോവാ എന്ന് എല്ലാവർക്കും പിടിക്കാൻ പറ്റത്തില്ല. എനിക്കറിയാം. പിടിച്ചോണം യേശുവിന്റെ നാമത്തിൽ. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ച വിഷയം, യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേരിൽ നീ വിളിക്കപ്പെടും. ഒന്ന് പറഞ്ഞ, എല്ലാവരോടും പറഞ്ഞ, ഞാനിത് പറഞ്ഞു നിർത്താം. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേരിൽ നീ വിളിക്കപ്പെടും. പുതിയ പേരിൽ നീ വിളിക്കപ്പെടും. പറ, പുതിയ പേരിൽ വിളിക്കപ്പെടും. യഹോവ കൽപ്പിച്ചത് ഓൾറെഡി ഈ പ്രദേശത്ത് കിടപ്പുണ്ട്. നിങ്ങളോടുള്ള ബന്ധത്തിൽ അത് വാഗ്ദത്തമാണ്. നിങ്ങളോടുള്ള ബന്ധത്തിൽ ഇത് പ്രവചനമാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഈ പ്രവചനം, ഈ വാഗ്ദത്തം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൽപ്പനയുടെ പിറകിലുള്ള അതോറിറ്റി വെളിപ്പെടും. ഹല്ലേലൂയ. നിന്റെ പേരിന്റെ പിറകിൽ ഒരു അതോറിറ്റി ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പുറകോട്ട് പോയിട്ട് പറയാം. നിന്റെ പേരൊരു ഐഡന്റിറ്റിയാണ്, നിന്റെ പേരൊരു നേച്ചറാണ്, നിന്റെ പേരൊരു അതോറിറ്റിയാണ്. നിന്റെ പേരിന്റെ പിറകിലുള്ള നേച്ചറിനെ വെളിപ്പെടുത്താമെങ്കിൽ, നീ ആരാണെന്നുള്ള നേച്ചർ വെളിപ്പെടുത്താമെങ്കിൽ, നിന്റെ പേരിനകത്ത് കിടക്കുന്ന സകല അതോറിറ്റിയും റിവീലാകാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ കേട്ടു മറന്നിട്ട് എവിടെയോ കുഴിച്ചു മൂടിയിട്ടിട്ടുണ്ടെങ്കിൽ വാരി മാന്തി പൊക്കിക്കോണം. ഹല്ലേലൂയ. നിങ്ങളെ നോക്കി ഒറ്റ എക്സസൈസ് ഞാൻ പറയുന്നുള്ളൂ. അബ്രഹാം ഈ കനാൻ ദേശത്തിലൂടെ നടന്നതുപോലെ നിങ്ങൾ വായി തുറന്ന് നടക്കണം. വാ തുറന്ന് നടക്കണം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ മുതൽ ഞാനൊരു എക്സസൈസ് നിങ്ങൾക്ക് നൽകുകയാണ്. കഴിഞ്ഞ ആഴ്ചയുടെ ലാസ്റ്റ് ദിവസം, അഥവാ കഴിഞ്ഞ വർഷത്തിന്റെ അവസാന ദിവസം ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരെയും കാണുമ്പോൾ അവരെ അനുഗ്രഹിക്കണമെന്നാണ്. ഞാൻ ഇന്ന് പകൽ വേറൊരു വാക്കോടെ പറയാ, നിങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. സ്വന്തമായി. ഹല്ലേലൂയ. ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരുന്നു ദാവീദ്. ആ പുള്ളിക്കാരാ, മിണ്ടായിരിക്കടാ, പ്രാർത്ഥിക്കടാ, മിണ്ടായിരിക്കടാ, കർത്താവിനെ സ്തുതിക്കടാ എന്ന് സ്വന്തമായിട്ട്, എൻ മനമേ, സ്വന്തം മനസ്സിനോട് നീ മിണ്ടാതിരിക്കരുത്, നീ സ്തുതിച്ചോ, സ്തുതിക്കുന്നത് നിനക്ക് നല്ലതാണ്, സ്തുതിക്കുന്നത് നിനക്ക് നേരാണ്, സ്തുതിക്കുന്നത് നിനക്ക് അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ ആളാണ് ദാവീദ്. എന്ന് പറഞ്ഞ പോലെ ഹല്ലേലൂയ, സ്വന്തമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് അകത്തിരുന്ന് പറയുന്നു, അവന്റെ നീതി നടപ്പിലാക്കാൻ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. മറഞ്ഞു കിടന്ന മർമ്മങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് റിവീൽ ചെയ്ത കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, എല്ലാ കുടുംബത്തിനും പേര് വരാൻ കാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്നു. ഞാൻ അവസാനിപ്പിക്കുക ഈ ദൂത് പറഞ്ഞ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഇട്ട നന്മകൾ തുറന്നു വരുന്ന ഒരു വർഷത്തിലാണ് കയറി നിൽക്കുന്നത്. ഒന്ന് ദൈവസ്ഥലം എഴുന്നേറ്റ് നിന്നേ, ഒന്ന് രണ്ട് വാക്കുകൂടെ എനിക്ക് പറയണമെന്നുള്ളൂ. ഒന്ന് ദൈവസ്ഥലം എഴുന്നേറ്റ് നിന്നിട്ട് പറ, ഹല്ലേലൂയ, ഞാൻ എന്നെ നോക്കി ഇനി ശപിക്കുകയല്ല. എൻ്റെ സമയങ്ങൾക്കകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന രോഗത്തിൻ്റെയും ശാപങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കേൾവികളും അനുഭവങ്ങളുടെ മുമ്പിൽ ഞാൻ മൗനമായി നിന്ന് അത് അനുവദിച്ചു കൊടുക്കാതെ അതിനോട് ഞാൻ ദൈവാത്മാവിൽ പ്രതികരിക്കും. ഹല്ലേലൂയ.
ഈ ബൈബിളിനകത്ത് ആരെല്ലാം വായി തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ അവൻ്റെ വായ്ക്കകത്തൂടെ യഹോവയുടെ ആ കൽപ്പന പുറപ്പെട്ടു വന്നിട്ടുണ്ട്. ആ കൽപ്പന പുറപ്പെട്ടു വന്നിടത്തെല്ലാം പേരുകൾ മാറിയിട്ടുണ്ട്. ഇത് അപ്പോസ്തലന്മാരുടെ ലൈഫിനകത്ത് സംഭവിച്ചെങ്കിൽ, ഇത് പിറകിൽ വന്ന ശിഷ്യന്മാരുടെ ലൈഫിൽ സംഭവിച്ചെങ്കിൽ, ഇത് ഇന്ന് നിൽക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ, നീ പറയുന്നത് നിന്റെ ലൈഫായി മാറും. ഹല്ലേലൂയ. നിന്റെ വായ് വിസ്താരത്തിൽ ഞാൻ അതിനെ നിറയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ചർച്ചിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ പോലെ, ഈ കുടുംബങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാക്തത്വം പോലെ, ഹല്ലേലൂയ, ഈ വായ് നിന്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ശബ്ദമായി തുറക്കുമ്പോൾ, അതേ ശബ്ദം നീ തുറക്കാൻ തയ്യാറാണെങ്കിൽ, വളരെ ലളിതമായി ഞാനത് പറയട്ടെ, ഈ പ്രവചനം നീ വീണ്ടും ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ, ഒരു ഉപദേശിയുടെ ശുശ്രൂഷ നിനക്ക് ചെയ്യാമെങ്കിൽ, ഈ വചനം വീണ്ടും ഏറ്റു പറയാമെങ്കിൽ, നീ അത് കണ്ടിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഈ ആഴ്ചകളിൽ ഈ നന്മകൾ നിന്റെ വീട്ടിൽ തുറന്നു വരട്ടെ. ഈ 7 ദിവസങ്ങൾക്കകത്ത് ഈ നന്മകൾ നിന്റെ വീടിനകത്ത് തുറന്നു വരട്ടെ. അടുത്ത ദിവസങ്ങൾക്കകത്ത് ഈ നന്മകൾ തുറന്നു വരട്ടെ. എല്ലാ സോഴ്സുകളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തുറക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ശാപക്കെട്ടുകളും, പേരുകളുടെ പിറകിൽ കിടക്കുന്ന എല്ലാ ശാപക്കെട്ടുകളും, ഹല്ലേലൂയ, ആ പേരുകളുടെ പിറകിൽ കിടക്കുന്ന ദോഷങ്ങളും ഇന്ന് രാവിലെ ഈ വചന വെളിപ്പാടും 2026 വർഷങ്ങൾക്ക് പിറകിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിൽ ക്രൂശിൽ പൂർണ്ണ അനുസരണം കാണിച്ച ക്രൂശിലെ രക്തം മൂലമുള്ള വിടുതലുകൾ കൊണ്ട് ഞാൻ അതിനെ പരിഹാരം വരുത്തുകയാണ്. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കേട്ട ദൂതിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. സർവ്വ കുടുംബത്തിന് പേര് വരാൻ കാരണമായ പിതാവ്